الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഇനി ഒരു ഫിഖഹിയായ മസ്അലയും കൂടെ പറഞ്ഞ് വിഷയം മാറും. അതായത് വഫാത്തിൻ്റെ ഇദ്ദ ഇപ്പോൾ എത്രയാണ്, 4 മാസം 10 വർഷത്തിലേക്കായി, അല്ല വദൂഉൽ ഹംലിലേക്ക് എത്തി. ആദ്യകാലത്ത് ഒരു കൊല്ലം. അപ്പോൾ ഒരു കൊല്ലത്തേക്ക് എന്താക്കണം, ചിലവും താമസ സൗകര്യങ്ങളൊക്കെ കൊടുത്തോണം. ഇർസില്ല. പിന്നീട് എന്താക്കി, 4 മാസം 10 വർഷത്തിലേക്ക് ചുരുക്കി ഇർസ് കൊടുക്കാനും പാസ്സാക്കി. ഇർസ് എന്തുണ്ടാവും, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 8 മരിച്ചാക്ക് മക്കളുണ്ടെങ്കിൽ 8 കിട്ടും, 4 കിട്ടും. വല്ലദീന യുതവഫൗന മിൻകും ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج. വല്ലദീന യുതവഫൗന എന്നുള്ളത് മുബ്തദയാണ്. നിങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്ന ആൾ, അത് മുബ്തദ. ഖബർ വേണ്ടേ, ഖബർ വരും. ആ മുബ്തദ തന്നെ തഅ്വീൽ കൊടുക്കുകയാണ്. എന്നിട്ടോ വയദറൂന, ഈ മരിച്ചു പോകുന്ന ആൾ ഇട്ടേച്ച് പോകുന്നുണ്ട് അസ്വാജിനെ, ഭാര്യമാരെ. വിധവളായ ഭാര്യമാരുണ്ടാവുമല്ലോ, അവർക്കുള്ള മസാലയാണ്. വസയ്യത്തൻ ലി അസ്വാജിഹിം എന്ന് പറഞ്ഞത് യൂസൂന വസയ്യത്തൻ എന്നാണ് തക്തീർ. അപ്പം യൂസൂനാണ് അവിടെ തക്തീർ കൊടുക്കുക. എന്നിട്ട് വസയ്യത്തൻ അതിനെന്താ മഫ്ഊലായിട്ടുണ്ടല്ലോ, യൂസൂന വസയ്യത്തൻ. എന്നിട്ടോ യൂസൂനാക്ക് എന്താക്കും, 2ാം മഫ്ഊൽ മതാഅൻ. മതാഅൻ ഇലൽ ഹൗലി, ഒരു കൊല്ലത്തേക്കുള്ള മതാഅൻ വസിയത്ത് ചെയ്യണം. ഇഖ്റാജ് ഒഴികെ, ഇഖ്റാജ് ഇപ്പോൾ താമസ സൗകര്യം ചെയ്ത് കൊടുക്കലാന്നല്ലോ. ഇഖ്റാജ് ഇല്ല എന്ന് പറഞ്ഞാൽ താമസം ചെയ്ത് കൊടുക്കണമെന്നാണെന്നല്ല അർത്ഥം. എന്തായാലും പോയിക്കോന്ന് പറയില്ല. വല്ലദീന യുതവഫൗന മിൻകും എന്ന് പറഞ്ഞാൽ അയ്യമൂതൂന, അവർ മരിക്കുന്നു. വയദറൂന അസ്വാജ അയ്യദഊന നിസാഅൻ മിൻ ബഅദിഹിം, അവർ പോയതിനു ശേഷം നിസാഇനെ ഉപേക്ഷിക്കുന്നു, വിധവളായ ഭാര്യമാരോടുണ്ടെന്ന്. എന്നാൽ വസയ്യത്തൻ എന്ന് പറഞ്ഞത് യൂസൂന വസയ്യത്തൻ, ഒരു വസയ്യത്തിനെ അവർക്ക് ചെയ്യണം. ലഹുന്ന, ആ പെണ്ണുങ്ങൾക്ക് വേണ്ടി. എന്തിനെ, മതാഅൻ വസയ്യത്ത് ചെയ്യണം. ഐ യൂസൂന മതാഅൻ, അത്തേക്ക് ഇലൽ ഹൗൽ, ഒരു കൊല്ലത്തേക്ക്. ഔ മത്തിഊഹുന്ന തംതീഅൻ ഇലൽ ഹൗൽ, അങ്ങനെയും പറയാം. ഒരു കൊല്ലത്തേക്കുള്ള മത്തിഊഹുന്ന മതാഅൻ തംതീഅൻ, അപ്പം മഫ്ഊൽ മുത്ലഖായി എന്നല്ലോ. ഇഖ്റാജ് ഒഴികെ ഐ ലാ യുഖ്റജ്ന മിൻ മസാകിനിഹിന്ന ഹൗലൻ, ഒരു കൊല്ലത്തേക്ക് അവിടുത്തെ താമസിക്കുന്ന വീടുകളിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ല. ഒരു കൊല്ലത്തേക്കുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം. നമ്മൾ മിറ്റത്ത് കഴിഞ്ഞൂടാന്ന് അർത്ഥയില്ലേ. വൽമാന യജിബു അലല്ലദീന യുതവഫൗന, വഫാത്തായി പോകുന്ന ആളുകൾക്ക് വാജിബാണ് അൻ യൂസ്വസ്സു ഖബലൽ ഇഹ്തിലാർ, മൗത്ത് ഹാദിറാകുന്നതിന് മുമ്പായിട്ട് വസിയത്ത്. ലിഅസ്വാജിഹിം, അസ്വാജിന്. എന്താ, ബി അൻ യുമത്തഇന ബഅദഹും, ഇവർക്ക് മരണത്തിന് ശേഷം ഇവർക്ക് മതാഅ കൊടുക്കണം. ഹൗലൻ, ഒരു കൊല്ലത്തേക്ക്. ബിൻ നഫഖത്തി വസ്സുക്കിൻ, അതാ ചെലവും താമസ സൗകര്യം അടക്കം കൊടുക്കണം. നസലത്തിൽ ആയത്തു, ഈ ആയത്തിറങ്ങി ഫീ റജുലിൻ മിന തായിഫിൽപ്പെട്ട ഒരു റജുലിൻ്റെ കാര്യത്തിൽ. യുഖാലു ലഹു ഹക്കീം ഇബ്നുൽ ഹാരിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹാജറ ഇലൽ മദീനയിലേക്ക് ഹിജ്റ വന്ന ആളാണ്. വലഹു ഔലാദുൻ, അവർക്ക് കുറേ മക്കളുണ്ട്. വമഅഹു അബവാഹു, മാതാപിതാക്കന്മാരുണ്ട്. വമ്രഅത്തുഹു, പെണ്ണുങ്ങളുമുണ്ട്. അങ്ങനെ മാത്ത മൂപ്പറഫത്തെ, അപ്പം ഇപ്പം ബന്ധുക്കളിപ്പാരിലായി ഔലാദും ഉപ്പയും ഉമ്മയും ഇവരുടെ ബാക്കിയത്. വഅമറഹും അൻ യുൻഫിഖു അലൈഹാ, അല്ല ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ, ഈ ആയത്തിനെ അല്ലാഹു തആല ഇറക്കി. ഫഅതൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത വാലിദൈഹി വഔലാദഹു മിൻ മീറാസിഹി, മാതാപിതാക്കന്മാർക്കും മക്കൾക്കും മീറാസ് കൊടുത്തു. വലം യുഅതി ഇംറഅതഹു ഷൈഅൻ, ഇംറഅത്തിന് അന്ന് മീറാസില്ല. വഅമറഹും അൻ യുൻഫിഖു അലൈഹാ മിൻ തരികത്തി സൗജിഹാ ഹൗലൻ,
സൗജിന്റെ തെരിക്കത്തുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു കൊല്ലം അവരുടെ മേലെന്താക്കണം, താമസവും മറ്റുള്ള ചെലവും. അപ്പൊ മക്കാനത്തെ ഇദ്ദത്തുൽ വഫാത്തി, വഫാത്തിന്റെ ഇദ്ദയായിരുന്നു ഫിബ്തിദാഇൽ ഇസ്ലാമിലെ ഹൗലൻ, ഒരു കൊല്ലമായിരുന്നു. വക്കാന യഹ്റമു അലൽ വാരിസ് ഇഖ്റാജുഹാ മിനൽ ബൈത്ത്, വാരിസിന്റെ മേൽ ഹറാമാണ് അവർ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കല്, ഖബല തമാമിൽ ഹൗല് മുമ്പായിട്ട്. വക്കാന അലർ റജുലി, അപ്പൊ റജുലിന്റെ മേൽ വാജിബായി അൻ യൂസി ബിഹദ്, വസിയത്ത് വരണം പഠിച്ചു. ശേഷക്കാർ എന്തെങ്കിലും കാട്ടിക്കൂട്ടാതിരിക്കാൻ വേണ്ടി നിശ്ചയത്ത് പറയണമെന്ന് പറഞ്ഞു. ഫകാന കദാലിക, അതങ്ങനെ തുടർന്നു വന്നു. ഹത്ത നസലത്ത് ആയത്തുൽ മീറാസിന്റെ ആയത്തിറങ്ങി. മീറാസിന്റെ ആയത്ത് സംബന്ധുണ്ട്, ഓഹരി വരും. 4-1 8 ഉള്ളത് ഭാര്യമാർ ഓഹരിയാന്നല്ലോ. ഫനസഖല്ലാഹു സുബ്ഹാനഹു വ തആല നഫഖത്തൽ ഹൗൽ, ഒരു കൊല്ലത്തെ നഫഖ എന്നുള്ളത് നിസ്ഖാക്കി. വനസഖ ഇദ്ദത്തൽ ഹൗലി ബിഅർബഅത്തി അശ്ഹുരിൻ വഅശ്ർ, ഒരു കൊല്ലം എന്നുള്ള 4 മാസം 10. അപ്പൊ ഇത് ഗർഭിണി അല്ലാത്ത സ്ഥലത്തേക്ക് പറഞ്ഞു വരുന്നു. ഗർഭിണിയായ മുത്തലാഖൻ എന്നാണ് പ്രസവം കഴിയല്. ഇനി ഈ പെണ്ണ് ഇറങ്ങിപ്പോയി എന്നാൽ നമ്മ ഉത്തരവാദിയല്ല, നമുക്ക് കീച്ചിട്ടില്ലല്ലോ. ഇഖ്റാജ് പറഞ്ഞെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഇന്ന സ്ഥലത്തേക്ക് പോയെന്നു എന്താ പറയട്ടെ. അതെ, فإن خرجن فلا جناح عليكم, فإن خرجن, അവർ പുറപ്പെട്ടു പോയി, മിൻ മൻസിലിൽ അസ്വാജി, അസ്വാജ് ഒരുക്കിയ വീട്ടിൽ നിന്ന്. എങ്ങനെ ബിഖ്തിയാരിനെ ഓരോ ഇഷ്ടപ്രകാരം കഴിഞ്ഞു പോയി. എന്നാ ഫലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് തെറ്റില്ല, ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അയ്യുഹൽ അയിമ്മത്തു അലൈക്കും ഖിതാബ് അല അയിമ്മത്തു ഹുക്കാമുകളെ, നിങ്ങൾ ഉത്തരവാദിയല്ല. ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന മിൻ മഅറൂഫ്, അവർ അവരുടെ പെണ്ണുങ്ങന്മാരുടെ നഫ്സിൽ മഅറൂഫായ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ചോദ്യമില്ല. ഇങ്ങനത്തെ മഅറൂഫ് ലാ യുൻകിറുഹു ശർഉ, ശറഅ് എതിർത്തിട്ടില്ലാത്തത്. കത്തസയ്യുനി, കുറച്ച് ഭംഗി ദഹിക്കുന്നു, വത്തത്തയ്യുബി, അത്തർ തേക്കുന്നു, വതർക്കിൽ ഹിദാദി, വത്തഅറുദിൽ ഖിതാബ്, അതുപോലെ ഖിതാബിന് വേണ്ടി ആലോചിക്കുന്നു. പക്ഷെ ഇതൊക്കെ പറ്റില്ല. വല്ലാഹു അസീസുൻ ഹകീം, അസീസിന്റെ അർത്ഥം എന്താണ്? ഗാലിബുൻ അലാം, അപ്പൊ അത് ഒരു സ്വതന്ത്രരായി എന്നർത്ഥം. ഗാലിബുൻ അലാം, യുആഖിബു അലാ മൻ ഖാലഫഹു, മൻ ഖാലഫഹു, അള്ളാഹുവിൻ്റെ അമ്രിനെതിരെ കാട്ടിയാൽ അള്ളാഹു ശിക്ഷിക്കും. ഹക്കീമാണ്, യുറാഇ ഫി അഹ്കാമിഹി മസാലിഹ ഇബാദിഹി, അവൻ്റെ അഹ്കാമുകളിൽ ഇബാദിൻ്റെ മസ്ലഹത്തൊക്കെ നോക്കിയിട്ടാണ് അള്ളാഹു തആല ഹുക്മുണ്ടാക്കുക. വലിൽ മുതല്ലഖാതി മതാഅ്, അടുത്തൊരു മസ്അല, മുതല്ലഖാത്തിന് മതാഅ് സവാഅൻ കുന്ന മദ്ഖൂലൻ ബിഹിന്ന അം ലാ, ദുഖൂലുള്ളവരായാലും ശരി ഇല്ലെങ്കിലും ശരി. മുതല്ലഖത്തിൻ്റെ ഓഹരി അവർ എന്താ മതാഅ്? മുത്ലഖുൽ മുത്അ, എന്തെങ്കിലും മതാഅ്. മതാഅ് ആമല്ലേ, നക്കിറിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം മുത്ലഖുൽ മുത്അ അതെന്താ? അശ്ശാമിലത്തിൽ മുസ്തഹബത്തി, അത് സുന്നത്തിനെയും ഉൾപ്പെടുത്തും, അതാ വൽ വാജിബത്തിനെ ഉൾപ്പെടുത്തും. വാജിബായ മതാവും സുന്നത്തായ മതാവും എല്ലാത്തിലും പെട്ടു. ബിൽ മഅറൂഫ്, അതും മഅറൂഫോടുകൂടി, എന്നുവെച്ചാൽ പ്രത്യേക നിശ്ചയം കണക്ക് പറയൂല. ഐ മതാഉൻ മുൽതബിസുൻ ബിൽ മഅറൂഫി ശർഅൻ വആദതൻ ഹഖൻ അലൽ മുത്തഖീൻ, ഐ മിമ്മാ യംബഗി അലാ മൻ കാന മുത്തഖിയൻ, മുത്തഖിയായ ഒരാൾക്ക് ഇത് അനിവാര്യമായ കാര്യമാണെന്നാണ്. അതെന്തിനാണ് ഈ മതാഅ് കൊടുക്കുന്നത്? തതയ്യിബൻ ലിഖൽബിഹാ, അവളെ കൽബിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. വൈസാലത്തിൽ ലില്ലാഹി, അതുപോലെ മനസ്സിൻ്റെ ഒരു കുടുക്കുണ്ടല്ല, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കദാലിക, അതല്ലേ പറഞ്ഞ ഒരു ഹിമാർ, ഒരു ദിർ എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ സംഗതി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ആയത്തിലുണ്ടത്. ദിർഉൻ വമിൽഹഫത്തുൻ വഹിമാർ, ഐ കദാലിക മിസ്ല ദാലിക്കൽ ബയാനിൽ വാദിഹി, ഇത്രയും വ്യക്തമായ ബയാനെ പോലെ തന്നെയാണ് യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ നിങ്ങൾക്ക് വെളിവാക്കി തരിക. എങ്ങനത്തെ ആയാത്ത്? അദ്ദാല്ലത്ത അലാ ഹക്കാമിഹി, അള്ളാഹുവിൻ്റെ ഹക്കാമിൻ്റെ മേൽ അറിയിക്കുന്ന ആയാത്തുകളെ ഈ കോലത്തിലാണ് അള്ളാഹു വ്യാഖ്യാനിച്ചു തരിക. അല്ലത്തി ശറഅഹാ ലിഇബാദിഹി,
അള്ളാഹുവിൻ്റെ അബ്ദിന് ഇബാദുകൾക്ക് ഷറാക്കിയത്, മസാലിഹിഹിം ഇബാദിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയും ഷറാക്കിയതാണ്. ലഅല്ലക്കും തഅഖിലൂന ലകൈ തഫഹമൂ മാ ഫീഹാ, ആയാത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഫതസ്തഅമിലുൽ അഖ്ല ഫീഹാ, അതിൽ അഖിൽ ഉപയോഗപ്പെടുത്തണം എന്ന്. വതഅമലു ബിമൂജബിഹാ, അതിൻ്റെ മൂജബ് അനുസരിച്ച് അമലും ചെയ്യണം എന്നായി പറഞ്ഞു വന്നത്. മസ്അലെല്ലാം തീർന്നു. ഇനി മൗത്തിനെ പേടിച്ചിട്ട് ഓടിയ ആളെ ചരിത്രങ്ങളായിരുന്നു. ഇത് മുമ്പരിക്ക് ഓതിയില്ലെങ്കിലും തഫ്സീറിൻ്റെ ആക്കുണ്ടല്ലോ. അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, തങ്ങൾ നോക്കുന്നില്ലേ എന്നാ ഇപ്പൊ വാക്കിൻ്റെ അർത്ഥം ഉണ്ടാകല്ലേ. അപ്പം നോക്കാൻ തങ്ങളൊന്നുണ്ടാ, അതിനിവിടെ എന്താണ്, അത് അറിയണം എന്ന അർത്ഥത്തിലേക്കാണ്. അത് അവിടെ അലന്തറ പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളില്ലെങ്കിൽ അത് കണ്ട രൂപത്തിൽ അറിയുക. ആരെക്കൊള്ള ഖറജൂ മിൻ ദിയാരിഹിം, അവരെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദിയാറേതാ ജംഉ ദാർ, ഐ മനാസിലിഹിം, അവരുടെ ഭവനങ്ങളിൽ നിന്ന്. വഹാദൽ ഖിതാബു, ഈ അലം തറ എന്ന് പറയുമ്പോൾ ഒരു അന്തം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്, ഒരു ഖിതാബ്. ആ ഖിതാബ് മുതവജ്ജിഹുൻ ഇലാ ജമീഇ മൻ സമിഅ ബിഖിസ്സതിഹിം മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽ നിന്ന് ഇവരെ കിസ്സ കേട്ട എല്ലാവർക്കൊള്ളയും വരും. ഇനിയോ വറബാബി തവാരീഖി, അതുപോലെ താരീഖിൻ്റെ ഉടമകളിലേക്കും വരും. വഹുവ തഅജീബും മിൻ ഹാലി ഹൗലായി, മരണത്തിനെ പേടിച്ചിട്ടാണല്ലോ ഓടീനെ. മരണത്തിനെ പേടിച്ചിട്ട് അടുത്തേക്ക് ഓടുക, ഇവിടെ മരണമില്ലാത്ത നാട്. അപ്പോൾ അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വെട്ടിത്തം പ്രവർത്തിച്ച സ്ഥാനത്തായി. അപ്പോൾ ആളുകളെ അജമ്പാക്കലാണ്. വമഅന റുഅ്യതി ഹാഹുന, ഇവിടെ റുഅ്യത്ത് എന്ന് പറഞ്ഞില്ലേ, റുഅ്യത്തുൽ ഖൽബി, കൽബിൻ്റെ റുഅ്യത്താണ്. കണ്ണുകൊണ്ട് കാണാനുണ്ടാവില്ല, എല്ലാവരും ഹാജരുണ്ടാവില്ലല്ലോ. അപ്പൊ കൽബിന്റെ റൂയത്താകുമ്പോൾ ബിമഅനൽ ഇൽമി, ഇൽമിന്റെ മാനാക്കായി. അപ്പൊ അറിയണം എന്ന അർത്ഥത്തിനായി. അലാ മാന അലം യൻതഹി ഇൽമുക ഇലൈഹിം, നിങ്ങളുടെ ഇൽമ അവിടത്തേക്ക് എത്തിയിട്ടില്ലേ, അറിഞ്ഞിട്ടില്ലേ. ഖാലൽ ഉലമാഉ, ഉലമാക്കന്മാർ പറഞ്ഞു റളിയല്ലാഹു അൻഹും കുല്ലു മാ വഖഅ ഫിൽ ഖുർആനി, ഖുർആനിൽ സംഭവിച്ചത് അലം തറ എന്ന് സംഭവിച്ചില്ല. അലം തറ കൈഫ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദിൻ, അങ്ങനെ അലം തറ എന്ന് വന്നത്. വലം യുആയിൻഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആദ് വിഭാഗം സമൂഹ വിഭാഗത്തിനോ നിങ്ങൾ കണ്ടില്ലല്ലോ. അപ്പം ഫഹുവ ബിഹാദൽ മാന, അപ്പം അറിയണം എന്ന മാനയിലേക്ക് വഫി തൈസീരിലുണ്ട് വതഹഖീഖുഹു ഇഅലം ദാലിക എന്ന അർത്ഥത്തിനാണ്. അലം തറ ഇപ്പൊ ചോദ്യമാണല്ലോ, ഇസ്തിഫാമല്ലേ. അറിഞ്ഞിട്ടില്ലേ എന്ന് വെച്ചാൽ അറിഞ്ഞ അത് അറിയുക എന്ന അർത്ഥത്തിനുള്ളതാണ്. വൽമാന ഖദ് അലിംത ഖബറല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വിഭാഗത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് തങ്ങൾ അറിഞ്ഞിട്ടില്ലേ അല്ലേ. അവർ എത്ര പേരുണ്ട്, വഹും ഉലൂഫുൻ, അവർ ആയിരങ്ങളുണ്ടായിരുന്നു. ആയിരങ്ങൾ, ആയിരമാണിപ്പോൾ ജമ്മാകുന്നത്. അപ്പോൾ ചുരുങ്ങി എന്താക്കണം, ഉലൂഫ് വലിയ ജമ്മാണ്. വലിയ ജമ്മുമ്പോൾ 10,000 പോകണം. 1000-ൽ ഒരു അൽഫല്ലേ ഏറുന്നത്. ഞാൻ പറഞ്ഞില്ല, കൂട്ടം കൂട്ടമായി ഇന്നല്ല ആൾ പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടാദ്യം വേണം. അങ്ങനത്തെ കൂട്ടങ്ങളായിട്ട് വരണം. അപ്പം കൂട്ടമായി പൊടി പൊടിയായി. ഞാൻ ആദ്യം പൊടിച്ചൊരു പൊടിയുണ്ട്, ആ പൊടിയാ വീണ്ടും പൊടിക്കുന്നു. അങ്ങനെയാണ് പൊടി. ആ തരിപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് പണമെന്നോ. അത് ജംഉ അൽഫിൻ, അൽഫിൻ്റെ ജമ്മാണിത്. വഖ്തലഫൂ ഫീ അദദി മബ്ലഗിഹിം, അവരുടെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ ഇഖ്തിലാഫുണ്ട്. വൽ വജ്ഹു, അവനെന്താ തീരുമാനിക്കല്, അൻയകൂന അദദുഹും അസിയദ മിൻ 10,000, 10,000-നേക്കാണ് കൂടുതൽ ഉണ്ടാകണമെന്നാണ് അതിൻ്റെ വജ്ഹുള്ളത്. എണ്ണം കൃത്യമായി കിട്ടിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ലിഅന്നൽ ഉലൂഫ ജംഉൽ കസറത്തി, ഉലൂഫ് എന്നുള്ള പ്രയോഗം കസറത്തിൻ്റെ ജമ്മാണ്. വഅലൈക്കും അപ്പോൾ ഉള്ള സീറ്റല്ലേ ഇരിക്കും. വസാബിക്കോന സാബിക്കോനെന്ന്
അതാ ആ സഫിയാൻ വന്നിട്ടേക്ക് വരാനും പറ. അന്നപ്പുറം വിളിച്ചു പറഞ്ഞ എൽമ് അടുക്കളയിലേക്ക് വന്നിട്ടും കൊണ്ട് ഇവിടെ വരൂലെന്ന് കാസർഗോഡ് നിന്ന് ആടിവിടെ എത്തി. അതിപ്പോൾ ആ കൊടുക്കുമ്പോഴെത്തുമില്ല സാമാന്യം വാങ്ങല്. ഇപ്പം പൊതുവെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭരണീന പേര് കൊടുക്കണ്ടേ, ആർത്തിയില്ല. അതുകൊണ്ടല്ലേ നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടൊക്കെ നിർത്തണം മങ്കൂസോദ ഉണ്ടെന്ന് പറഞ്ഞത്. ഷമായിൽ ഓതിക്കൊണ്ടൊക്കെ നമുക്ക് പറഞ്ഞ ഇവിടെ അനുസ്മരണം ഉണ്ട്, നിർത്തണം. മൗത്തിനെ പിന്നെ ഷമായിലിനാക്കാണ് വലുത് അനുസ്മരണം. അപ്പം ഏതായാലും ആയിരക്കണക്കിന് ആടുകൾ എന്ന് വെക്കാം. എന്തിനാന്ന് ഇവർ ഓടിയത്? ഹദറൽ മൗത്തീൻ. അത് മഫ്ഊൽ ലഹുവാണ്. ഒരു സംഗതി ചെയ്യുമ്പോൾ ഹദർ ഒരു മഫ്ഊൽ പറയില്ലേ, ഞാൻ നിന്ന് തഅലീമൽ ലിസയ്യിദി, തങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആ തഅലീമൻ എന്താ സാധനം? മഫ്ഊൽ ലഹു. ഐ ഖറജൂ മിൻ ദിയാരിഹിം ഖൗഫൻ മിനൽ മൗത്ത്, മരണത്തിനെ പേടിച്ചിട്ടാണ് പുരക്കുന്നു ഓടിയത്. ഫഖാല ലഹും, അപ്പോൾ അല്ലാഹു തആല അവരോട് പറഞ്ഞു, ഫഖാല ലഹുമുല്ലാഹു മൂത്തൂൻ, എന്നാൽ നിങ്ങൾ വെച്ചോളിന്ന്. അപ്പോൾ ഇവർ എന്തിനെ തൊട്ടാണോ ഓടിയത് അവിടെ സംഭവിച്ചു. അപ്പോൾ അന്ന് ഇവരോട് ഇറങ്ങിയിട്ട് വന്നിട്ട് പറയല. ഐ അലാ ലിസാനി മലക്കിൻ, ഒരു മലക്കിൻ്റെ നാവിൽ കൂടിയാ പറഞ്ഞത്. എന്നാൽ പിന്നെ വഖാല ലഹുമുൽ മലക്കുന്നല്ലേ ഇവരുണ്ട് ഇവിടെ അല്ലാഹ്. അത് വൈന്നമാ ഉസ്നിദ ഇലൈഹി തആല, അല്ലാഹു തആലയിലേക്ക് ചേർത്ത് പറഞ്ഞത് തഖ്വീഫൻ, അല്ലയാന്ന് പറ പിടികൂടുന്നതെന്ന് വെത്താൻ പഠിച്ച. മലക്ക് പിടികൂടുമ്പോൾ ഒരു മഖ്ലൂക്ക് പിടികൂടിയെന്നല്ലേ വരുള്ളൂ. തഹ്വീലൻ, ഭയപ്പെടുത്താനും. എന്താ പറഞ്ഞത്? കാലാൻ്റെ മക്കൂലാണ് മൂത്തൂൻ, മെച്ചോളീൻ. സുമ്മ അഹ്യാഹും എന്നതിനിപ്പുറം പിന്നീടോ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം ജീവിപ്പിക്കണമെങ്കിൽ കിടക്കുന്ന മരിക്കണ്ടേ? മൂത്തൂന്ന് പറഞ്ഞതിന് ശേഷം ഒരു മരിച്ചതിന് ശേഷമല്ലേ സുമ്മ അഹ്യാഹും പറയാൻ പറ്റുമോ? അതിനാ മൂപ്പർ അത്തക്ക് തീർപ്പ മാത്തൂന്ന് കൂട്ടിക്കൊടുത്തത്. ഇതല്ലാണ്ട് മരിച്ചോളയെന്ന് പറഞ്ഞിട്ട് ഹയാത്താക്കാന്നതിന് അർത്ഥമില്ലല്ലോ. മരിച്ചോളയെന്ന് പറഞ്ഞപ്പം മരിച്ച് പിന്നെ ഹയാത്താക്കി. സുമ്മ അഹ്യാഹും അവർ അഹ്യാകായിട്ട് അല്ലാഹു തആല മടക്കി. അതിനാൽ യസ്തൗഫു ബഖിയത അമാലിഹിം, അവർക്ക് ബാക്കി കാലം ജീവിക്കാനുണ്ട്. അപ്പോൾ ഈ ഇടക്കാലത്തുള്ള മരണം പണ്ട് ബനൂ ഇസ്രായേലിനെ മരിപ്പിച്ചില്ലേ എന്നതുപോലെ. വലിയഅലമു അല്ലാ ഫിറാറ മിനൽ ഖദർ, അള്ളാഹുവിൻ്റെ ഖദറിനെ തൊട്ട് ഓടി രക്ഷപ്പെടാൻ കഴിയൂല എന്നും വ്യത്താനാണ് മരണത്തിനെ പിടിച്ചിട്ട്. അനിൽ ഹസനി റളിയല്ലാഹു അൻഹു അമാതഹുമുല്ലാഹു തആല ഖബല ആജാലിഹിം, അവരുടെ അജലുകൾ എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല മരിപ്പിച്ചിട്ടുണ്ട്. അജലത്തിന് മുമ്പ് മരിക്കുമോ? മരിക്കുമെന്നല്ല, അള്ളാഹ് മരിപ്പിച്ച അപ്പം അള്ളാഹ് തോറ്റുന്ന ഉഖൂബത്തല്ലഹും, അവർക്ക് ശിക്ഷ കൊടുത്തതാണ്. സുമ്മ ബഅസഹും ഇലാ ബഖിയത്തി ആജാലിഹിം, പിന്നെ ബാക്കിയുള്ള ആഷ്കാലത്തേക്ക് ഒരു മടക്കി. വഖിസ്സത്തു ഹാഉലായി, അതിൻ്റെ ഖിസ്സ എന്താണ്? മാ ദക്കറഹു അക്സറു അഹ്ലി തഫ്സീർ, തഫ്സീറിൻ്റെ ഉലമാക്കളിൽപ്പെട്ട അധികം പേരും പറഞ്ഞതിനാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അന്നഹും കാനു ഖൗമൻ മിൻ ബനി ഇസ്രായീലിൻ്റെ കൗമിൽപ്പെട്ടവരാണ്. ഫീ ഖറിയത്തിൻ, ഒരു കറിയയിൽ. വഖഅ ബിഹ താഊൻ, അവിടെ താഊൻ ബാധിച്ചു. ഫഹറബ ആമ്മത്തു അഹ്ലിഹ, നാട്ടിലുള്ള ഭൂരിപക്ഷം ആളുകൾ എന്താക്കി? ഓടി. ഫഖറജു, അങ്ങനെ പുറപ്പെട്ടിട്ട് ഹത്താ നസലു വാദിയൻ അഫിയഹ ബൈന ജബലൈനി, അവിടെ ബൈന എന്നാ വേണ്ടി അവിടെ എന്താ ഇപ്പോൾ ഉള്ളത്? രണ്ട് ജബലിൻ്റെ മോൻ അഫിയഹ് ഉണ്ടാവില്ലല്ലോ. അല്ല കണ്ട പോലെ അർത്ഥം വെക്കണം എന്ന് പറഞ്ഞ കൂട്ടറാണ്. അങ്ങനെ രണ്ട് ജബലിൻ്റെ മോനാകുന്ന അഫിയഹ് ജബൽ പ്രസവിച്ച് കണ്ട പോലെ വായിക്കടാണ്. രണ്ട് ജബലിൻ്റെ ഇടയിലുള്ള വിശാലമായ ഒരു വാദിയിൽ എന്താക്കി ഇവർ ഇറങ്ങി. യബ്തഗൂന ഫീഹി നജാത, അവിടെ പോയാൽ രക്ഷ കിട്ടുമെന്നാണ് അവരുടെ പ്രതീക്ഷ. കണ്ടോ? അപ്പം കുറേ വിഡ്ഢിത്തങ്ങളാണ്. നാദാഹും മലക്കും മിൻ അസ്ഫലിൽ വാദി, അപ്പോൾ വാദിയുടെ അസ്ഫലിൽ ഒരു മലക്കുണ്ട്. അവർ വിളിച്ചു പറഞ്ഞ് വ മലക്കുൻ ആഖറ മിൻ അലാഹു, മുകളിൽ നിന്ന് മറ്റൊരു മലക്കും പറഞ്ഞു അമ്മൂത്തു, എല്ലാവരും മരിച്ചോന്ന്. അതിപ്പം കണ്ടം പറ്റിട്ട മാതിരിയായി. അടിയിലുണ്ട് തീ, മുകളിലുണ്ട് തീ.
ഫമാതൂ ജമീഅൻ, അവരെല്ലാവരും മരിച്ചു. ബിഅംരില്ലാഹി തആല, മശിയത്ത്, മലക്കിനെ കൊണ്ടല്ലേ, അള്ളാഹുവിന്റെ അമ്ര പ്രകാരം, മശിയത്ത് പ്രകാരം. അപ്പൊ അസ്ബാബിനോട് തഫ്സീറില്ല. ഫാത്തത്ത് അലൈഹിം സമാനിയത്തു അയ്യാം, ഇന്ന് അങ്ങനെ 8 ദിവസം അവർക്ക് കഴിഞ്ഞു പോയി. ഹത്തൻ തഫഹു, അവർക്ക് എന്താക്കി വീർത്ത്, കണ്ണം കൂടുമല്ലോ. ഫമറ അലൈഹിം നബിയുൻ, അതിൽ കൂടി ഒരു നബി നടന്നു പോയി. യുഖാലു ലഹും ഹിസ്ഖീൽ എന്നാണ് ആ നബിയുടെ പേര്. അവർ ബാദ മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം വന്ന നബിയാണ്. ഫലമ്മാ മറ അലാ ഉലൈക്കൽ മൗത, ഈ മരിച്ചു കിടക്കുന്ന ആളിലേക്ക് മൂപ്പർ നടന്നപ്പോൾ, വഖഫ അലൈഹിം, അവർ അങ്ങനെ നിന്ന്, യതഫക്കറു മുതഅജ്ജിബൻ, വല്ലാത്തൊരജബ്, നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ കൂട്ടമായി എന്തുകൊണ്ട് മരിച്ചു, ഒരു കാരണം തിരിയുന്നില്ലല്ലോ, എന്താണ്? അല്ലാഹു തആല ആയതൻ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഖാല നഅം, വേണം. ഫഖാല അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നാദി, നിങ്ങൾ വിളിച്ചു പറയുക, അയ്യത്തുഹൽ ഇളാം അന്നല്ലാഹ യഅ്മുറുകി അൻ തജ്തമിഈ, എല്ലുകളായ വിഭാഗമേ, നിങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടാൻ അള്ളാഹു കൽപ്പിക്കുന്നു. ഫജ്തമഅത് മിൻ അലൽ വാദി വാദിനാഹു, വാദിയുടെ മേൽഭാഗത്തുനിന്ന് തടീന്നെല്ലാം കൂടെ എല്ലുകളെല്ലാം കൂടെ സെറ്റായി. ഹത്തൽ തസക ബഅദുഹാ ബിബഅദിൻ, അതിനെ ബാദിനോട് ചേർന്ന്. സുമ്മ അല്ലാഹു തആല ഇലൈഹി അന്നാദി അയ്യത്തുഹൽ അർവാഹു, രണ്ടാമത് വിളിക്കണം അർവാഹുകളെ. അപ്പം ഇപ്പം തടിയുടെ ഒരുക്കി വെച്ചിട്ടില്ലേ, ഇന്നല്ലാഹ യഅ്മുറുകി അൻ തഖൂമി, നിങ്ങളെല്ലാവരും എഴുന്നേൽക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുന്നുണ്ട്. ഫഖാമു, അവർ എണീറ്റ്, വബുഇസു അഹ്യാ ആയിട്ട് പറയാം, രണ്ടാമത് എണീപ്പിച്ചാൽ. യഖൂലൂന സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് പറഞ്ഞുകൊണ്ടാണ് എണീച്ചത്. സുമ്മ ഇന്നഹും റജഉ ഇലാ ബിലാദിഹിം, പിന്നെ നാട്ടിലേക്ക് തന്നെ മടങ്ങി. അതാ വഖൗമിലേക്കും. വആശു ദഹ്റൻ ഹത്താ മാതൂ ലിഅജാലിഹിം, അങ്ങനെ കുറേ കാലം ജീവിച്ചിട്ട് അവധി എത്തിയപ്പോൾ വീണ്ടും മരിച്ചു. വഫായിദത്തുൽ, ഈ കിസ്സയിൽ എന്താ ഇപ്പോൾ ഉള്ളതെന്നാണ്. ഒന്ന്, അല്ലാഹു തആല തീരുമാനത്തിന് നിങ്ങൾ എന്ത് തന്ത്രം പ്രയോഗിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തന്നെ. രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരാൾ വണ്ടി തട്ടിപ്പോന്ന് പേടിച്ചിട്ട് ഒരു മാഷുണ്ടായിരുന്നു, അയാൾ നടന്നിട്ടേ പോകുള്ളൂ, വണ്ടി കയറില്ല. വണ്ടി എവിടെയെങ്കിലും മറിഞ്ഞെങ്കിലോ അവിടെ തട്ടിപ്പോയില്ലെങ്കിലോ അതിൽ പേടിച്ചിട്ട് അവസാനം നിർബന്ധിതനായിട്ട് എന്തായാലും ഒരു ടൂറ് പോകേണ്ടി വന്നു. പിള്ളേരെയും കൊട്ടിപ്പോക്കുണ്ടല്ലോ, അങ്ങനെ വണ്ടി എടുത്ത് പാർക്ക് ചെയ്ത് ഇങ്ങനെ വണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടു വണ്ടി നല്ലോണം കൊണ്ടിട്ട് ഇയാളെ മേത്ത് കയറി ടയറിനടിപ്പിൽ. അപ്പോൾ ഇയാൾ ഇത്ര കാലം കാത്തു സൂക്ഷിച്ച രംഗങ്ങൾ എന്തായി, അയാൾ മേത്തേക്കിൻ്റെ വഞ്ഞു കയറി. അപ്പം കതിറിനെ തൊട്ട് രക്ഷപ്പെടാൻ കഴിയൂലാന്ന് തീരുമാനിക്കാം. ഒരാൾ കൊളസ്ട്രോൾ പേടിച്ചിട്ട് ഒന്നും തോന്നൂല, പോലും നമ്മുടെ അടുത്ത കാലത്ത് ഉള്ള ആളാണെന്നല്ലോ, ഒന്നും തോന്നൂല. ഇത് കൊളസ്ട്രോൾ ഉണ്ടോ ചോദിച്ചു നോക്കുമ്പോൾ ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ 500ഓളം അയാൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഇത്രയും സൂക്ഷിച്ചിട്ട്. അതേസരത്തിൽ വലിയൊരു ഉസ്താദ് പറഞ്ഞു 40 കൊല്ലമായി വലിയ ഷുഗർ. അയാൾ ഞാൻ നെയ്യപ്പം തോന്നും, ജിലേബിയും തോന്നും, ഉണ്ടയും തോന്നും, എന്താണ് എന്താ പറയുക, ലഡു, ഒന്നും നോക്കൂല. അപ്പോൾ നമ്മളൊക്കെ ഈ തന്ത്രങ്ങൾ അള്ളാഹുവിൻ്റെ ഖദറിനെ തടുക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു പണി എടുക്കണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു വന്നത്. അല്ല, തസ്ജീഉൽ മുസ്ലിമീന അലൽ ജിഹാദ്, ജിഹാദിൻ്റെ മേലെ ധൈര്യം പകരൽ ഇതിൻ്റെ അകത്തുണ്ട്. എന്താണ് മുമ്പ് പറഞ്ഞില്ലേ, ലൗ കുന്തും ഫീ ബുയൂതികും ലബറദല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മളാജിഇഹിം, കൊല്ലപ്പെടലെന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനത്തിലെങ്കിൽ നിങ്ങൾ പതുക്കെ കിടക്കുമ്പോൾ കിടന്നാൽ യുദ്ധക്കളത്തിലേക്ക് വരേണ്ടി വരും, ആളെ വെച്ച് മരിക്കാൻ. അത്തേക്കെത്തും. ഇനി അസ്ബാബി ഷഹാദ, ഷഹാദത്തിനാവശ്യമായ അസ്ബാബിൽ ആളെ ധൈര്യത്തോടെ നിൽക്കണം. എന്താ താവൂന് കൊണ്ട് വന്നാൽ ഷഹീദാന്ന് മുമ്പ് പറഞ്ഞിട്ടില്ല, മറ്റൊരു മാനാക്ക് ഷഹീദല്ലേ. വഹസ്തുഹും അല തവക്കുലി വലിസ്തിസ്ലാം, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് കീഴടങ്ങാനും തവക്കുലാക്കാനുമുള്ള പ്രേരണയുണ്ട് ഈ കിസ്സയിൽ. വഅന്നൽ മൗത്ത് ഹൈസു ലം യകും മിൻഹു ബിദ്ദുൻ, മൗത്ത് എന്നുള്ളത് ആരും രക്ഷപ്പെടാവുന്ന കാര്യമല്ല, ഒഴിഞ്ഞു മാറാൻ കഴിയൂല.
അതുകൊണ്ട് ഫഅൗല അൻ യകൂന ഫീ സം, അങ്ങനെ മരിക്കുമ്പോൾ നല്ല സ്ഥലത്ത് വെച്ച് നല്ല ഹാലിൽ വെച്ചോട്ടെ. എവിടുന്നായാലും മരിക്കാണ്ടൊക്കില്ലല്ലോ. അപ്പം നല്ലത് ഏതാണ്? നല്ല ഫീസബിയിൽ മരിക്കലാണ്. കിസൈനി ഇന്നല്ലാഹ ലദൂ ഫളലിൻ അലന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫളലുടയവനാണ് എന്ന് പറഞ്ഞില്ലേ. ആ ഫളിൻ എന്ന് പറഞ്ഞ തൻബീൻ കണ്ട, ആ തൻബീന് അളമത്തിനെ സൂചിപ്പിക്കാനാണ്. അതോടെ ഫളിൻ അലീമിൻ എന്ന് മൂപ്പർ സറഹ കൊടുക്കുന്നത്. അലന്നാസ്, അലന്നാസ് അലിഫിലാവ് എന്താണ്? കാത്തിബത്തൻ, എല്ലാവരുടെ പേരിലും. ഹൈസു ഹദാഹും ഇലാ മസ്ലക്കിൽ ഇഅ്തിബാർ വൽ ഇസ്തിബ്സാർ, കണ്ടതിൽ നിന്ന് പാഠം പഠിക്കുകയും അവൻ്റെ ബസീറത്ത് പ്രകാശിക്കുകയും ചെയ്യാൻ ആവശ്യമായ എന്തെല്ലോടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, ഭൂരിപക്ഷം ആളുകളും അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നത് ഇത്രയും ഫളിൽ കൊടുത്തിട്ട്. ലാ യശ്കുറൂനാൻ്റെ മഫ്ഊൽ സങ്കല്പിച്ചു ഫളിലഹു, അള്ളാഹു ചെയ്ത ഫളിനെ ഫളിലായിട്ട് കാണുന്നില്ല, അത് നിഅമത്തായിട്ട് കാണുന്നില്ല. കമായംബഗി, വേണ്ടതുപോലെ ശുക്രായിട്ടില്ല. എന്നിട്ട് അന്നെ അടുത്തൊരു പേര് കൽപ്പന, വഖാതിലൂ ഫീ സബീലില്ലാഹി വഅലമൂ അന്നല്ലാഹ സമീഉൻ അലീം, നിങ്ങൾ ഖിതാൽ ചെയ്യണം. അൽ ഖിതാബ് ലിഹാദിഹിൽ ഉമ്മ, ഉമ്മത്തിനോടാണ്. ഫീ സബീലില്ലാഹി, എന്തിനാണ്? ലിഇലാഇ ദീനിഹി, അല്ലാഹുവിൻ്റെ ദീനിനെ ഉയർത്താൻ വേണ്ടി. മുതയഖിനീന, നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ. അന്നൽ ഖദ്റ വാഖിഉൻ, ഖദർ സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ചു വെച്ചോ. അതുകൊണ്ട് ഫലാ തുഹറമൂ മിനൻ നസ്രി വസ്സവാബി, ഒന്നിക്കിൽ ശത്രുക്കൾക്കെതിരെ സഹായവും നിങ്ങൾക്ക് സവാബും കിട്ടും. അവിൽ മൗത്തി ഫീ സബീലില്ലാഹി, അതിലെ ഷഹാദത്ത് കിട്ടും. രണ്ടാവുന്നില്ലേ? ഇല്ലാഹിദൽ ഹുസ്നയൈൻ അൽ മലിക്കുൽ വഹാബ്. വഅലമൂ അന്നല്ലാഹ സമീഉൻ അലീം, സമീഉൻ യസ്മഉ മഖാലത സാബിഖീന ഇലൽ ജിഹാദി, ജിഹാദിലേക്ക് മുന്നിട്ടിറങ്ങിയവരോട് പറയുന്നതും അള്ളാഹു കേൾക്കും. അതിനാ സംഇ സാധാരണ കൗലിനോട് ബന്ധിക്കും എന്നുള്ള നിലക്കാൻ സംസാരിക്കുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ സംഉം ബസറും എല്ലാം മൗജൂദിനോടും ബന്ധിക്കും എന്നാ പറഞ്ഞു. അപ്പം എന്തില്ല, കണക്കില്ല. അക്വാല് അസ്വാത്ത് എന്ന് കണക്കില്ല. അപ്പം അതാണ് ഇതൊക്കെ സന്ദർഭോചിതമായി കൂട്ടിയതേ ഉള്ളൂ. അതുപോലെ മുത്തഖല്ലിഫീനും പോകാതെ കണ്ട് ഒഴിഞ്ഞു മാറി കളിക്കുന്ന ആളെയും അല്ലാഹു തആല അറിയും. അലീമുൻ ബിമാ യുളമിറൂനഹു ഫീ അൻഫുസിഹിം, അവരെ നഫ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളെ കൊണ്ടും അല്ലാഹു തആല അറിയും. വൽ ആയത്തു, ആയത്ത് റദ്ദുൽ ലിഖബീഹി ഹൗലാഇ അല്ലദീന ഖറജൂ ഫിറാറാ, മൗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയ ആ കൂട്ടറുണ്ടല്ലോ, അവരെ ഹാല് നന്ന മോശമായിപ്പോയി. വഖദ് ജഅലല്ലാഹു ജസാഅ ഖുറൂജിഹിമുൽ മൗത്ത്, എന്തായി? അവർ പേടിച്ചിട്ട് പോയ പോക്ക് അതിന് ജസാ കൊടുത്തത് എന്താണ്? ഇവിടെ വെച്ച് തന്നെ മരിക്കലാന്ന് അല്ലാഹു തആല കൊടുത്തത്. വൽ ഖൈബത ഫീ റജാഇഹിം, അവരുടെ റജായിൽ ഖൈബത്തും എന്തിൽ ഫീ റജാഇഹിമുൽ ഖലാസ, അവർ താവൂരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആ ഖലാസിനെ ആഗ്രഹിച്ച വിഷയത്തിൽ അവരെന്തായി? താവൂൻ ബാധിച്ചിട്ടില്ലെങ്കിൽ മരിച്ചു. അപ്പം റജാഇൻ്റെ മഫ്ഊലാണ് ഇത് ഖലാസ. വകുല്ലു ദാലിക യദുല്ലു അലാ കറാഹിയത്തിൽ ഫിറാരി, ഫിറാർ കറാഹത്താണ് എന്നെന്തായി ഇവിടെ അറിയിച്ചു. അതവിടെ തീർന്നു. ഇനി പറയുന്ന അല്ലാഹു തആലക്കാരൻ കടം കൊടുക്കണമെന്നാണ് പറഞ്ഞു. അപ്പോൾ അന്ന് ഫക്കീറയിച്ചാ അതാ മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ, മൻ ഇസ്തിഫ്ഹാമാണ്. ഇസ്തിഫാം എന്താ? ലിത്തഹരീലി അല തസദ്ദുഖി, സദക്ക ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കാനാണ്. ആരാണ് തയ്യാറുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് എന്ന് പറയാനല്ല, താഴെ പറയുന്ന കാര്യം ചെയ്യണമെന്ന് അറിയിക്കുന്നു. ദാ ഇശാറത്തുൻ ഇലൽ മുഖ്രിലി, കടം കൊടുക്കുന്ന വ്യക്തിയിലേക്കാണ് ഇശാറത്ത്. ദാ ആരാന്നത്? മന്താന്ന് വെച്ചാൽ ഐ മൻ ഹാദ, ആരാന്നത്? അല്ലത്, എങ്ങനത്തെ ആള്? അത് സിഫത്താണ് താൻ്റെ. അത് ബദലും മിന്നുമല്ല ബദലും ആക്കാം. അയാളെന്താ ചെയ്യുന്നത്? യുഖ്രിദുല്ലാഹ, അല്ലാഹു തആലാക്ക് കടം കൊടുക്കുന്നത്. അസ്ലുൽ ഖർളി എന്ന് പറഞ്ഞാൽ ഖർദിൻ്റെ അസ്ലുമായ എന്താ? ഖത്ഉ, മുറിക്കൽ എന്നാണ്. മുറിക്കൽ. അതുകൊണ്ടാണ് മിഖ്റാദ് എന്ന് പറഞ്ഞാൽ കത്തിലേക്ക് മിഖ്റാദ് എന്ന് പേര് വന്നത്. മുറിക്കുന്ന കട്ടർ, അങ്ങനല്ലേ?
കട്ടൻ്റെ നല്ലതിയെ കിട്ടു എന്താണോ കട്ട് ചെയ്യുന്ന ആ സാധനം. സുമ്മിയ ബിഹി, ഈ കൊടുക്കലിനെന്താക്കി കത്തിന് വരും. ഇയാളെ മുതലിൽ നിന്ന് ഒരു അംശം ഇയാൾ മാറ്റിയിട്ട് കട്ടി ലിയന്നൽ മുഅ്തിയ യുക്രിദുഹു ഐ യഖ്തഉഹു മിൻ മാലിഹി, അവൻ്റെ മാലിൽ നിന്ന് നിശ്ചിത വിഹിതം അയാൾ ഒഴിച്ചു നിർത്തുന്നുണ്ടല്ലോ, അതിനാണ് പേര് വന്നത്. വൈക്റാമുല്ലാഹി, അള്ളാഹു തആലാക്ക് കടം കൊടുക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അള്ളാഹ് കടം കൊടുക്കലെന്ന് ആദ്യം പൈസ കൊടുത്തിട്ട് ബയ്യ സാധനം വാങ്ങല്ലേ കടം, അങ്ങനെ ഉണ്ടല്ലോ ചെലവ്. ആദ്യം അഡ്വാൻസ് കൊടുത്ത് ഇതൊരു സാധനം ബയ്യ വാങ്ങും. ഇതുപോലെ അള്ളാഹു തആലാക്ക് സാലിഹായ അമലല്ലാതെ ചെയ്തു വെക്കുക, കൂലി പരലോകത്ത് വെച്ച് വാങ്ങിക്കുമോ. അതാ വൈക്റാമുല്ലാഹി മസലുല്ലി തഖ്ദീമിൽ അമൽ, അമല് ആദ്യം മുന്തിച്ചു വെക്കണം എന്നതിൻ്റെ ഒരു ഉപമ പറഞ്ഞതാണ് അള്ളാഹ് കടം കൊടുക്കുന്നത്. എന്നാണ് അള്ളാഹ് ഫക്കീറെന്നില്ല. അല്ലദീ യത്ലുബു ബിഹി സവാബഹു, ഈ അമല് കൊണ്ട് അവൻ സവാബിനെ തേടുന്നുണ്ട്. ഖർളൻ ഐ ഇഖ്റാദൻ, അതുകൊണ്ട് ഖർളൻ എന്ന് പറയാൻ കാരണം യുക്രിദു എന്ന് പറയുമ്പോൾ ഇഖ്റാദ് എന്നാണല്ലോ നേരെ മഫ്ഊൽ മുത്തലക്ക് പറയേണ്ടത്. മഫ്ഊൽ മുത്തലക്കിന് എന്തെങ്കിലും ഒരു കൊള്ളി കണ്ടായാലും മതിയെന്ന് അല്ലേ വിശ്വസാദൻ. അപ്പോൾ ഖർളൻ എന്തെന്നാക്കി ആ മുത്തഅദ്ദിയ ഫീലിൽ നിന്ന് എടുക്കാതെ കണ്ട് ഖർളൻ എന്ന് മാത്രം പറഞ്ഞു മഫ്ഊൽ മുത്തലക്ക്. മഫ്ഊൽ മുത്തലക്കാകാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായാൽ മതി, ഒരു മണ്ണാമലുണ്ടായാലും മതി. ഇഖ്റാദൻ ഹസനൻ ഐ മഖ്റൂനൻ ബിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ചേർത്തുകൊണ്ടുള്ളതായിരിക്കണം. വതീബിൻ നഫ്സും വേണം, എന്നാൽ എന്താക്കും ഖർളൻ ഹസനാകുള്ളൂ. എന്നാൽ എന്ത് ചെയ്യും? ഫയുളാഇഫഹു, അതിനെ വർദ്ധിപ്പിച്ച് ഇരട്ടിയായിട്ട് കൊടുക്കും. ലഹു, അതാ. അപ്പോൾ ഫയുളാഇഫ എന്ന് പറഞ്ഞാൽ അവിടെ നസ്ബല്ലേ കിട്ടിയത്, അവിടെ മൻസൂബും ബിളുമാരി അൻ, ഒരു അന്നിനെന്താക്കണം ഐന്ന് അൻ അയ്യുളാഇഫഹു എന്നുവെച്ചാൽ അതിന് ഇരട്ടിയായി കൊടുക്കാൻ വേണ്ടി അല്ലെങ്ങനെ ഉദ്ദേശിച്ച് കാത്തിക്കുന്നുണ്ട്. തഖ്ദീറുഹു മൻദല്ലദീ യകൂനു മിൻഹു ഇഖ്റാദുൻ, ആരവക്കൽ നിന്നാണോ ഇഖ്റാദ് ഉണ്ടാകുന്നത്, അപ്പോൾ ഫമുളാഅഫത്തും മിനല്ലാഹ്, അള്ളാഹിൻ്റെ വക്കന്ന് മുളാഅഫത്തും ഉണ്ടാകും. അപ്പോൾ ഏതായിരിക്കും സുലൂക്ക്? ഇവിടെ സുലൂക്കും ജുദുബും രണ്ടുണ്ടല്ല. അതാ യകൂനു മിൻഹു ഇഖ്റാദുൻ സുലൂക്ക്, മിനല്ലാഹി മുളാഅഫത്ത്. അപ്പോൾ ജുദുബ് എന്ന് പറഞ്ഞാൽ അപ്പം ഭ്രാന്ത് വേണ്ടേ? അങ്ങനെയല്ലല്ലോ എല്ലാ കിതാബിലും അർത്ഥം വെക്കുന്നത്. മുറബി എന്ന് പറഞ്ഞാൽ ചോറിലെടുത്തതെല്ലാം എന്നാണ്. ഞാൻ ഡബിൾ മുറബിയാണ്, രണ്ട് പടിയുണ്ട്, കറുത്ത പടിയുണ്ട് വെളുത്ത പടിയുണ്ട്. വാസലു തളഈഫി, ഇതാ തളഈഫി ലൈഫാക്കലില്ലേ, അത് അൻയുസാദ അല ഷൈഇ മിസ്ലഹു, ഒരു സാധനത്തിന് തത്തുല്യമായിട്ട് ചേർത്തിലാണ്. അപ്പം 5ൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താക്കണം? 5 5 10 അല്ലേ? അപ്പം തന്നെ 100% പാടക്കിത്താ വെച്ചാൽ മതി. 100% അല്ലേ ഇപ്പം ലാഭം. അതിൽ നിന്ന് 25 അമ്പെടുത്താൽ 75 വീതിച്ചാലും നഷ്ടപ്പെടുന്നില്ല, ഏതാനും പേരുകൾ അടിച്ചിട്ട്. അൻയുസാദ അല ഷൈഇ മിസ്ലഹു, ഇനി അതിൻ്റെയൊക്കെ എന്താക്കാം, അംസാല് കൂട്ടിയാലും മതി, വീണ്ടും 5 കൂട്ടുക, 5 ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. മനസ്സിലാകുന്നില്ല? അപ്പം 5ൻ്റെ 5 കൂട്ടിയാൽ ഒരു ലൈഫ്, അതിനൊക്കെ വീണ്ടും 5 കൂട്ടുക, അങ്ങനെ പോട്ടെ. അതാഫൻ കസീറ, ധാരാളം അദ്ആഫുകൾ. ഹാദാ, ഇത് ഖത്ഉൽ ലിൽ ഔഹാമി, ഔഹാമിനെ മുറിക്കലാണ്. മബ്ലഗുൽ ഹിസാബ്, കണക്ക് കൂട്ടലിൽ എത്തുന്നുണ്ടല്ലോ, അതിനെ തൊട്ടിട്ട് ഔഹാമിനെ മാറ്റലാണ്. കാരണം നിങ്ങൾ എന്താ കൊടുത്തേ? 6 റുപ്യൻ്റെ കൊള്ള കൊടുത്തെങ്കിൽ അദ്ആഫ് ഒരു ലൈഫായിരത്തി 2000. പക്ഷെ അദ്ആഫും കസീറത്താകുമ്പോൾ ഈ എത്ര ആയിരത്തിലാണ് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ കണക്കൂട്ടാൻ കഴിയില്ലല്ലോ. അപ്പം കണക്കൂട്ടി പഠിക്കുക. ഐ ലാ യഅലമു ഖദ്റഹ ഇല്ലല്ലാഹ് എന്നായി. അതിൻ്റെ കഥ അള്ളാഹു തആലയ്ക്ക് അറിയാൻ കഴിയുള്ളൂ എന്ന്. ഇനി ഈ ഹസനാത്തിന് അദ്ആഫിനെ കൊടുക്കുക, ചെയ്ത പോലെ തന്നെ കൊടുത്താൽ പോരെ? അതാ, അത് അസല് മുതൽ ഇവനിക്ക് നഷ്ടപ്പെടാതെ കണ്ട ലാഭത്തിന് എന്താക്കുന്നത്? കടക്കാർക്കും മറ്റവന് ഗീബത്ത് പറഞ്ഞാക്കും നമീമത്ത് പറഞ്ഞാക്കും എടുത്തു കൊടുക്കുക. നമ്മളിപ്പോൾ 50 റുപ്യ മുതലിട്ടിട്ട് ഈ പുസ്തകം അടിച്ച് ബുക്കിലത്തിറക്കാൻ 100 റുപ്യക്ക്, അതിനാ 100 റുപ്യ. ഇതിൻ്റെ അസല് മുതലൊന്നും നഷ്ടപ്പെടാതെ കണ്ട് ബാക്കി അതിൽ നിന്നാണ് ഇടക്ക് നിൽക്കുന്ന മാലിന്യങ്ങൾക്കും മറ്റു വാക്കുന്നാക്കും എല്ലാം കമ്മീഷൻ കൊടുക്കുന്നു. ബുക്ക് സ്റ്റാളുകാർക്കല്ലോ.
എന്നാൽ തന്നെ അതിൽ നിന്ന് 50% കൊടുത്താലും പിന്നെയും ബാക്കിയല്ലേ. ഇത്ര അങ്ങനത്തെ ചാകര വേറെയും ഉണ്ടാവും. പിന്നെ പഴയ കിതാബ് ഉപയോഗിക്കാനും പാടില്ല. പരിചയത്തിൻ്റെ അടുത്ത് അക്ഷരം എന്താക്കി കണ്ണൂരത്ത് നമുക്ക് മനസ്സിലായില്ലേ, കൊണ്ടപ്പിച്ചാട് ബോധിയെടുക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താ പഴയ കാലത്ത് പഠിച്ച കിതാബിനെ വീണ്ടും ഉപയോഗിക്കൂലേ, തലമുറയായിട്ട് അത് ക്യാൻസലാക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ തന്നെ വേണം. ഇനി പുതിയല്ലേ വാങ്ങിയിട്ട് പുരക്കത്തമ്മക്ക് ചണ്ടിയാണ്. ആ കുളത്തിലുള്ള താണത് പുറമെ ആത്തണത് എന്ന് പറയണം. ഇസ്മത്തഫിലേക്ക് ഏറ്റവും താണ കടലാസിലടിക്കണം. എന്നാൽ പരക്കത്തമ്മക്ക് മാങ്ങിത്താകുരിപ്പോയി മാങ്ങണ്ടാവുന്നതും കൂടി മാങ്ങി പരക്കത്തമ്മക്ക് വേർപ്പം തട്ടിയിട്ടെല്ലാം കൂടെ അതും പോയി ഇനിയും വാങ്ങും. എന്തെല്ലാം ബിസിനസ് പോളിസികളാണ് ഏത് രംഗത്ത്. വഹിക്കുമത്ത് തളഈഫിൽ ഹസനാത്ത്, ഹസനാത്തിനെ തളഈഫാകുന്നില്ലേ, അതിന് ഹിക്കുമത്തില്ലേ അല്ലാ യുഫ്ലിസൽ അബ്ദു, അബ്ദ് മുഫ്ലിസാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇദാ ജിത്തമ അലൈഹിൽ ഖുസമാ, ഇവനോട് കണക്ക് വാങ്ങേണ്ട ആളുണ്ടാവുമല്ലോ. സബ്ബനി ഹാദ ശതമനി ഹാദ നറബനി ഹാദ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫമദാലിമുൽ ഇബാദി തുവഫാ മിന തളഈഫാത്ത്, ഇബാദിന് കൊടുക്കുവാനുള്ള ആക്രമിക്കപ്പെട്ട വസ്തുക്കളെല്ലാം കൊടുക്കൽ തളീഫാത്തിലാണ്. ലാമിൻ അസ്ലിൽ ഹസനാത്ത്, ഹസനാത്തിന് റസൂൽമാർ തൊടാണ്ട്. അതെ, ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ ഞാനത്. വല്ലാഹു യഖ്ബിദു വയബ്സുതു, അപ്പം അല്ലാഹു തആല രണ്ട് ഇസ്മാണ് ഖാബിദ് ബാസിത്ത്. യഖ്ബിദു എന്ന് പറഞ്ഞാൽ യുഖത്തിറു അലാ ബഅദിൻ, ചിലരെ മേലെന്താക്കും അല്ലാഹു തആല റിസ്ക്കിനെ കുടുസാക്കുന്ന ആളുണ്ട്. വയബ്സുതു, ചിലർക്ക് യുവസ്സി അലാ ബഅദിൻ, ബഅദിന്റെ മേൽ വാസിയും ആക്കാറുണ്ട്. ഒന്ന് ഖബദ് മറ്റൊന്ന് ബസ്ത്. അത് ഇത് ചില ജനങ്ങളെ നോക്കിയിട്ട് അതാണ് അലാ ബഅദിൻ, മറ്റേതിൽ അലാ ബഅദിൻ. ഇനി ഒരാൾക്ക് തന്നെ പല അവസരം ഉണ്ടാകാം. ഒരു ദിവസം ഖബദാണെങ്കിൽ മറ്റേ ദിവസം ബസ്ത്. അതാണ് ആ യുഖത്തിറു താഅതൻ വയുവസ്സിഉ ഉഖറ, അത് ഒരു വ്യക്തിയിൽ തന്നെ രണ്ട് ഹാലുണ്ടാകില്ല. ഹസ്ബമാ തഖ്തദീഹി മശീഅത്തുഹു, അതിൻ്റെ അപ്പം എന്താ ഉണ്ടാകലും നമുക്ക് പറഞ്ഞുകൂടാ. ചിലപ്പോൾ കമലാവാം അല്ലെങ്കിൽ മസ്താകാം. അന്ന് വിശാലമായ വിഷയം എവിടെയുണ്ട്, ഹിക്കമിലുണ്ടല്ലോ. അത് അള്ളാഹുവിൻ്റെ മശീയത്ത് തീരുമാനിക്കും പോലെയാണ്. ആ മശീയത്താണ് അൽ മബനിയത്തൽ അൽ ഹിക്കമി വൽ മസാലിഹ്, ഒരുപാട് ഹിക്മത്തുകളും ഒരുപാട് മസ്ലഹത്തുകളും അതിൻ്റെ മേൽ എടുക്കപ്പെട്ടിട്ടുണ്ട്. വഇദാ അലിമൽ അബ്ദു, ഈ അബ്ദ് അറിഞ്ഞു കഴിഞ്ഞാൽ, ദാലിക, ഇക്കാര്യം അറിഞ്ഞാൽ, ഹാന അലൈഹിൽ നേതാവു, കൊടുക്കൽ അവനിക്ക് എളുപ്പമുണ്ടാകും. ഫകഅന്നല്ലാഹു തആല യഖൂലു, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെയായി, ഇദാ അലിംതും അന്നല്ലാഹു ഹുവൽ ഖാബിദു വൽ ബാസിതു, ഖാബിദാകുന്നവനും ഖമാസിത്താകുന്നവനും അല്ലാഹുവാണ്. അപ്പോൾ മറുവശത്തിന് ഇപ്പം ഖബലുണ്ട്, നമ്മളെ കൈമാറുന്നുണ്ട്, ബസ്തുണ്ട്, കൊടുക്ക് 10 റുപ്യ. ചിലപ്പോൾ എന്താകും, ഓനിക്ക് ബസ് വന്നിട്ട് എനിക്ക് ഖബലും വരാം. വഅന്നമാ ഇൻദകും, നിങ്ങളെ കയ്യിലുള്ള ഒന്ന്, ഇന്നമാ ഹുവ മിൻ ബസ്തിഹി, അവൻ്റെ ബസ്തിൽപ്പെട്ടതാണ്, ഏത്തായാലും പെട്ടതാണ്. ഫലാ തബ്ഖലു അലൈഹി, അതുകൊണ്ട് ബഖീൽത്തരം കാട്ടണ്ട, കൊടുക്ക്. ഫഅഖ്രിദൂഹു, കൊടുത്തേ, കടം കൊടുത്തേ. വഅൻഫിഖൂ മിമ്മാ വസഅ അലൈക്കും വഅതാക്കും, നിങ്ങൾക്ക് വിശാലമായി തന്നതും നൽകിയതുമായ കാര്യം ചെലവാക്കിക്കോ. വഇലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. തുർജഊന ഇലൈഹി എന്നാണ്, ഇലൈഹി എന്താക്കി മുന്തിച്ചിട്ട്. ഫയുജാസികും അലാ മാ ഖദ്ദംതും മിനൽ അഅമാൽ, അഅമാലിന് നിങ്ങൾ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ടോ അതിന് പ്രതിഫലം നൽകും എന്ന്. അപ്പോൾ ഇവിടെ എന്തായി, വൈലേഹി തുർജഊൻ്റെ അവിടെ ഖൈർ ചെയ്ത ആൾ പോവുകയാണെങ്കിൽ ഖൈർ കിട്ടുമെന്ന് വരും, ഷർറ് ചെയ്ത ആൾ വന്നാൽ ഷർറ് കിട്ടുമെന്നും വരും. അപ്പം എന്തായി, വഹുവ വഅദുൻ വവഈദുൻ, രണ്ടും അതിലടങ്ങി. വജ്തമഅ ജമാഅത്തുൻ മിനൽ അഗ്നിയാഇ, അഗ്നിയാക്കളിൽപ്പെട്ട ഒരു സംഘം ഒരുമിച്ചുകൂടി. വൽ ഫഖറാഇന്റെ സംഘവും. എന്നിട്ടോ ഫഖാല ഗനിയ്യുൻ, ഒരു പണക്കാരൻ പറഞ്ഞു, ഇന്നല്ലാഹ തആല റഫഅ ദറജാതിനാ, അല്ലാഹു തആല നമ്മളെ ദറജ വല്ലാണ്ട് പൊന്തിച്ചിട്ടുണ്ട്. ഹത്തസ്തഖറല മിൻ, നമ്മളോട് അല്ലാഹു പോലും കടം ചോദിക്കുന്നുണ്ട്, അത്ര വലിയ ആളെന്നോന്ന് കണ്ടാ. വഖാല ഫഖീറാണ്, ഇപ്പോൾ ഫഖീർ എണീച്ചിനെ തിരിച്ചടിച്ച്, ബൽ റഫഅ ദറജാതിനാ, നമ്മളെ ദറജ അല്ലാഹു ഉയർത്തിയിട്ടുണ്ടെന്നുകൊണ്ട്, ഹത്തസ്തഖറലന, നമുക്ക് വേണ്ടിയാണ് അത് കടം വാങ്ങുന്നത്, നിങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയിട്ടില്ല എന്ന്. നമുക്ക് തരാൻ വേണ്ടി അല്ലാഹു കടം വാങ്ങിയിട്ടുണ്ട്.
വൽ വാഹിദു ഒരാൾക്ക് അത് യസ്തഖ്രിദു അൻ ഗൈറിൽ ഹബീബി ഹബീബ് അല്ലാത്ത ആളെ എന്താ നോക്കും, അല്ലാത്ത ആളെ വക്കലിൽ നിന്ന് കടം വാങ്ങാം, പക്ഷെ ഹബീബിന് വേണ്ടിയേ വാങ്ങുള്ളൂ. അപ്പം ഫക്കീറാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഹബീബ് എന്ന് വെച്ച് മനസ്സില്ലേ. വലാകിൻ ലാ യസ്തഖ്രിദു ഇല്ലാ ലി അജ്ലിൽ ഹബീബി ഹബീബിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ കടം വാങ്ങൂലാന്ന്. ഖബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താക്കപ്പെട്ട് വദിർഉഹു മർഹൂനതുൻ ഇൻദ യഹൂദിയ്യിൻ ബിശഈരിൻ തങ്ങളുടെ പടയങ്കി ഒരു യഹൂദിയുടെ അടുക്കൽ ശഈറിന്റെ പകരം പണയം വെക്കപ്പെട്ടതായിരുന്നു. അഖബഹു ലിഖൂത്തി ഇയാലിഹി തങ്ങളുടെ കുടുംബത്തിന്റെ കൂത്തിന് വേണ്ടിയാണ് ആ ശഈർ വാങ്ങിയത്. എന്നാൽ തങ്ങളുടെ സുഹൃത്തും ആയിഷും അറിയിക്കാനായി പറഞ്ഞു വന്നത് ഇത് നമ്മൾ സമായിൽ ഓതിയിട്ടുണ്ട്. വഫിൽ ഹദീസിലുണ്ട് യഖൂലുല്ലാഹു സുബ്ഹാനഹു വതആല യൗമൽ ഖിയാമത്തിൽ പറയും, ഇബ്ന ആദം മനുഷ്യനെ ഇസ്തത്അംതുക ഫലം തുത്ഇംനി നിന്നോട് ഞാൻ ഭക്ഷണം ആവശ്യപ്പെട്ടിട്ട് എനിക്ക് നീ തിന്നാനൊന്നുമില്ലല്ലോ. അപ്പോൾ അത്രയാണ് ഇത്ര പൈച്ചിട്ട് കിടക്കുന്നു. ഇതും അങ്ങനെ തന്നെ ലാഹിനും പിടിച്ചിട്ട് എന്താക്കും, അതും പിടിച്ച് നടക്കും. അള്ളാഹ്ക്ക് ബൈക്കുന്നുള്ളൂ. ഇത് ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല, അവിടെ പറഞ്ഞു അതിനങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു. വിശക്കുന്നവന്റെ ഭാഗത്ത് അള്ളാഹുവിന്റെ പ്രത്യേക ഇൻആമുണ്ട് എന്ന് കാണിക്കാനാണ് ഞാൻ എന്നവിടെ പ്രയോഗിക്കുന്നത്. എന്താ ഖാല റബ്ബി കൈഫ ഉത്ഇമുക നിനക്കെങ്ങനെയാണ് ഭക്ഷണം തരിക പടച്ചോനെ അൻത റബ്ബുൽ ഇസ്സത്തല്ലദീ ഖാല ഇസ്തത്അമക അബ്ദി ഫുലാൻ എൻ്റെ ഒരു ഫുലാനായ അബ്ദ് നിന്നോട് ഭക്ഷണത്തിന് ചോദിച്ചിട്ട് ഫലം തുത്ഇംഹു നീ ഭക്ഷണം കൊടുത്തില്ലല്ലോ. കണ്ടാ അമാ അലിംത നീ കറിഞ്ഞൂടെ അന്നക ലൗ അത്അംതഹു ലവജദത ദാലിക ഇൻദി നീ അവന് ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ അതിൻ്റെ പ്രതിഫലം നീ എൻ്റെ അടുക്കൽ കിട്ടുമായിരുന്നല്ലോ. അതാ ജുസ്ഉ മിൻ ഹദീസുൻ ഖുദ്സിയ്യൻ അഖറജഹു ഇമാമുൽ മുസ്ലിം ഫീ സഹീഹിഹി. ഇനി ഫൽ ഖർളു ലാ യഖഉ ഇല്ലാ മിനൽ മുഹ്താജി മുഹ്താജിൻ്റെ വക്കൽ നിന്നല്ലാതെ എന്താക്കൂല, കറള് കിട്ടൂ, കടമാങ്ങൽ വരൂലല്ല അല്ലേ. അപ്പം ഇപ്പം അന്ന് മുഹ്താജായിന്ന് വരുമോ എന്നാ ചോദ്യം. കണ്ടില്ല. ഫകഅന്നഹു ദക്കറ നഫ്സഹു അല്ലാഹു തആല അവൻ്റെ നഫ്സിനെ പറഞ്ഞ് വനസ്സല വസ്ഫഹു അവൻ്റെ വസ്ഫിനെന്താക്കി താഴ്ത്തി പറഞ്ഞു. മൻസിലത്തിൽ മുഹ്താജ് മുഹ്താജിൻ്റെ മൻസിലയിൽ അതിനെന്താ പേര് ദക്കോലി മരിൽത്തു ഫലം തഅദുനീ എന്ന് പറയും. ഞാൻ രോഗിയായിട്ട് നീ കാണാൻ വന്നില്ലല്ലോ. ജുഅ്തു ഫലം തുത്ഇംനി ഞാൻ വിശന്നിട്ട് നീ ഭക്ഷണം തന്നില്ലല്ലോ. അതെന്തിനാ ശഫഖതൻ വതലത്തുഫൻ ലിൽ ഫഖീർ വൽ മരീദ്. ഒന്നാമത്തെ ഉദാഹരണത്തിലാണ് മരീദ്, രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞ ജുഅ്തു അവിടെ അപ്പം ലഫ്നസത് ഗൈറു മുറത്തബായി. മരിൽത്തു ഫലം തഅദുനീ എന്ന് പറഞ്ഞതിൽ ആദ്യം പറഞ്ഞു ഗൈറു മുറത്തബായി. ഇതിനെന്താ പറയല് ബഹാദ മിൻ ബാബി തനസ്സുലാത്തിർ റഹ്മാനിയ എന്ന് പറയും. റഹ്മാനായ അള്ളാഹു അബ്ദിന് പറയപ്പെടുന്ന ബസ്ഫോട്ട് എന്താകും അതെന്ന് പറയാം. ഇന്ദൽ മുഹഖഖീങ്ങളെടുക്കൽ അതന്നെ അലി തക്മീലി മഹബ്ബത്തിൽ അബ്ദി അബ്ദിൻ്റെ മഹബ്ബത്ത് പൂർത്തീകരിക്കാൻ വജദ്ബിഹി ഇലാ ഹദ്റത്തി അഹ്ലി ശുഹൂദി മിൻ ഇബാദിഹി ഇബാദിൻ്റെ കൂട്ടത്തിൽ ഷുഹൂദിൻ്റെ അഹ്ലുകാര ഹദ്റത്തിലേക്ക് ഇവരെന്താക്കണം വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട്. അതിനാണിത് തനസ്സുലാത്തുർ റഹ്മാനിയ എന്ന് പറയുന്നത്. ഇത് ജദ്ബത്തും മിൻ ജദ്ബാത്തിൽ ഹഖ് തുവാസി അമലത്തഖലൈൻ റബ്ബ് ഹഖ് സുബ്ഹാനഹു വ തആലാന്റെ വക്കലുള്ള ജദ്ബത്തുണ്ടല്ലോ, ജദ്ബത്തുൻ അത് ഇൻസുകളും ജിന്നുകളും മുഴുവനും ആ സമയത്ത് ചെയ്യുന്ന അമാലിനകണം തൂക്കുന്നതാണ്. ഇത് എത്രയോ നമ്മൾ ഓതിയിട്ടുണ്ട്. ഇഖാദുൽ ഹിമ്മയിൽ ഓതിയന് ഈ ഹയ്യയിൽ ഓതിയിട്ടുണ്ട്. കാരണം ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഇങ്ങനത്തെ റബ്ബല്ലേ നമ്മയെന്ന് വജ്ജത്ത് പറഞ്ഞേ പറഞ്ഞത് പറ്റ സുബ്ഹാൻ എന്ന് പറയുമ്പോൾക്ക് ആ സമയത്ത് ഇൻസുകളും ജിന്നും അതാണ് വസലിമാമനെ നല്ലോണം സയൻസ് പഠിക്കണം. സയൻസ് എന്ന് പറഞ്ഞാൽ ലാബറട്ടറി പോയിട്ട് ഇങ്ങനെ കുന്തം വെച്ചിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി. ഒരു സാധനത്തിൽ അള്ളാഹുവിൻ്റെ അജായിബുൽ ഖുദ്റത്ത് അടങ്ങിയ പലതും അന്ന് മാഷ് പറഞ്ഞില്ലേ, മടനെ പറ്റി വെള്ളത്തിൻ്റെ ഹിക്മത്ത് പറഞ്ഞു. ഇന്നത്തെ വെള്ളമല്ലേ കോരി ഒഴിച്ച് കളഞ്ഞത് കണ്ണിൻ്റെ പറഞ്ഞു. അപ്പം എന്താക്കും, ഇതാണല്ലോ നമ്മുടെ റബ്ബ്. നമ്മുടെ റബ്ബ് വാസ്തവ കഞ്ഞിമൂലയൊന്നല്ല, കഞ്ഞിമൂലക്ക് ഇരിക്കുന്ന മൂലഭഗവാനൊന്നല്ല. അല്ല ഉണ്ടെന്നാ പറയുന്നത്, വാസ്തവ അതിപ്രതിഫലിക്കുന്നത്. അതൊന്നും
നമ്മളെ റബ്ബല്ല. ഈ കണ്ണിനെ ഈ കോലത്തിലാക്കിയ റബ്ബ്, വെള്ളത്തുള്ളി ഇങ്ങനെ കോലത്തിലാക്കിയ റബ്ബ്. അപ്പോൾ ഉണ്ടാകും കൽബിനൊരു ബലി. വല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ കമാലി ഫളിഹി വ കറമിഹി മഅ ഇബാദിഹി, അള്ളാഹുവിൻ്റെ ഫളിൽ കൊണ്ടും അതിൻ്റെ പൂർണ്ണത കമാല് കൊണ്ടും അബദുകളോട് അവൻ കാട്ടുന്ന കറമ് കാരണത്താൽ ഖലഖ അൻഫുസഹും, അബിയാദിൻ്റെ നഫ്സിനെ പടച്ചത് അള്ളാഹുവാണ്. വമല്ലകഹുമുൽ അംവാൽ, അംവാലിനെ കൊടുത്തതും അള്ളാഹുവാണ്. എന്നിട്ട് സുമ്മശ്തറാമിന്നും, പിന്നെ ഓരോട് തന്നെ വിലക്ക് വന്നു. നാക്ക് തന്നു, 10 പൈസ ഒന്നുമില്ല, വാങ്ങി തന്നു. എന്താന്ന് പകരം തേച്ച് സ്വർഗം തരാന്ന്? സ്വർഗത്തിന് പകരം എൻ്റെ 100 റുപ്യ തരുമോന്നാണ് ചോദിക്കുന്നത്. അതാ അൻഫുസഹും വഅംവാൽ, നഫ്സിനെയും ചോദിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന സുമ്മ റദ്ദഹാ ഇലൈഹിം, പിന്നെന്താക്കി അവർക്ക് തന്നെ മടക്കി കൊടുത്തു. ബിൽആരിയ, കടം വാങ്ങിയിട്ട് തന്ന സാധനം മടക്കി കൊടുക്കില്ലേ, ഒരമ്പ് വാങ്ങിയ സാധനം. സുമ്മ അക്റമഹും ഫീഹാ, പിന്നെ മറ്റൊന്ന് അംവാലിലായിക്കൊണ്ട് അല്ലാഹു തആല ആദരിക്കുന്ന ബിൽ ഇസ്തിഖ്റാദി, പിന്നെ മറ്റൊരു അവസരത്തിൽ കടം ചോദിക്കുക. അപ്പോൾ ഒരു അവസരത്തിൽ വിലക്ക് വാങ്ങല ഉപമിച്ചത്, ഇവിടെയാണ് കടം ചോദിച്ചത്. സുമ്മ ബശറ ബി അളാഫിൻ കസീറത്തിൻ അലൈഹാ, അതിന് വേണ്ടി അളാഫും കസീറത്തും പകരം തരാമെന്ന് ഫയുളായിഫഹു എന്ന് പറഞ്ഞില്ലേ, സന്തോഷ വാർത്തയും അറിയിച്ചു. ഫല്ലുണ്ട് ഫൽ അബ്ദു സാദിഖു ലാ യത്ലുബു ഇല്ലാ അലാ ഖദ്രി ഹിമ്മത്തിഹി, ഒരു സാദിഖായ അബ്ദ് അവൻ്റെ ഹിമ്മത്തിൻ്റെ കണക്കനുസരിച്ചുള്ള ചോദിക്കില്ലല്ലോ. നമ്മളിപ്പം ഈ ജാഫിയാകുമ്പോ പറഞ്ഞ് ഒരാളോട് ചോദിച്ചോന്ന് പറഞ്ഞ്, ഞാൻ ചോദിച്ചാൽ എൻ്റെ അറിയപ്പെട്ടതേ ചോദിക്കാൻ കഴിയുമോ, എനിക്ക് കണക്കാക്കി തന്നെയെന്ന് പറഞ്ഞു. നീ ചോദിച്ചാൽ എന്താ ചില്ലറ ചോദിച്ചാൽ മതിയായി കളിയോ, അതുകൊണ്ട് എന്താക്കുക, നീ നിന്റെ കണക്കനുസരിച്ച് തന്നെയെന്ന് ജാഫിയിലോതിണ്ടത്. ഇവളായിട്ട് അള്ളാന്റെ ദാത്തിനെ എല്ലാവരും ഉദ്ദേശിക്കണ്ട. അപ്പൊ വലിയ നീയത്തായില്ലേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും മത്ലൂബുഹു, ഇവന്റെ മത്ലൂബ് എന്താണോ അള്ളാന്റെ ദാത്ത്. ഫയുളാഇഫു ലഹു, അള്ളാഹു തആല ഇരട്ടിയാക്കി കൊടുക്കുകയും ചെയ്യും. ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ, കണ്ണ് കുളിർപ്പിക്കുന്ന നിഅമത്തുകളാൽ ഒളിപ്പിച്ച് വെക്കപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹു ഇരട്ടിയായിട്ട് കൊടുക്കുകയും ചെയ്യും. അദ്ആഫൻ കസീറത്തൻ അലാ ഖദ്രി കറമിഹി, അള്ളാഹിൻ്റെ കറമിൻ്റെ അനുസരിച്ചാണ് അള്ളാഹു കൊടുക്കുന്നത്. കണ്ടോ? ഇനി വേറൊരു ഹിസ്സ. അലം തറ ഇലൽ മലഇ മിൻ ബനീ ഇസ്രായീല മിൻ ബഅദി മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്തിന് ശേഷം ബനൂ ഇസ്രായേലുണ്ടായ ഒരു ജമാഅത്തിൻ്റെ ഹിസ്സ, ഒരു സംഘത്തിൻ്റെ. നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ്, അറിയുന്നില്ലേ? എന്താണത്? അലം യൻതഹി ഇൽമുക, നേരത്തെ പറഞ്ഞത്. ഇലൽ മലഇ എന്ന് പറഞ്ഞാൽ മലയിൽ, മലയല്ലേ, മലയേതാ ജനം. അപ്പൊ ജനങ്ങളിൽ ഇങ്ങനെ നോക്കിക്കണ്ടുകൊണ്ടെന്താണ്, ജനങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ടാണ് മുമ്പെന്താക്കി കിസ്സത്തിന് കൂട്ടിയത്. അയക്കത് അലിംത ഖബറഹും, അവരെ ഖബർ തങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ബിഇലാമി ഇയ്യാക, ഞാൻ തങ്ങൾക്ക് അറിയിച്ചു തന്നത് കൊണ്ട്. അതുകൊണ്ട് ഫതഅജ്ജബ്, നിങ്ങൾ അജബ് കൊള്ളിക്കും. വൽ മല എന്ന് പറഞ്ഞാൽ എന്താ? ജമാഅത്തുൻ യജ്തമിഉന ലിത്തശാവുർ, മുശാവറ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്നൊരു സംഘം, അവർക്കാണ് മല, ഒരു കൂട്ടം. വസുമ്മോ, ഇവർക്ക് മല എന്ന് പേര് ഒന്നുണ്ടാ ബിദാലികലിയന്ന അഷ്റാഫുൽ ഖൗം, ഖൗമിൻ്റെ കൂട്ടത്തിലെ പോരിശാക്കപ്പെട്ട ആളാണല്ലോ. യംലഊനൽ ഉയൂന മഹാബത്തൻ, ഇപ്പം കാണാനെല്ലാം പഠിക്കുമല്ലോ. എന്താ തീരുമാനം എടുക്കുക പഠിച്ചോനെയോ റബ്ബി, ആരെങ്കിലും മില്ലത്തിൽ നിന്ന് പുറത്തു പോകുമോ, എന്താ തീരുമാനം വരാൻ പോകുന്നത്? വൽ മജാലിസിനെ നിറക്കും, ബഹാ കൊണ്ട് നിറക്കും. വല വാഹിദ ലഹു, മല ഇന്നെന്തില്ല, ഏകവചന ഇല്ല. കൗമെന്ന് പറഞ്ഞ അത് തന്നെ ഒരു ബഹുവചനായിട്ട് കാണിക്കുക. കൗമെന്ന് പറഞ്ഞ മാതിരി. മിൻ ബനി ഇസ്രായീല ഐ കായിനീന ബഅദ ബനി ഇസ്രായീല, ബനു ഇസ്രായേലിൻ്റെ ബഅദ് എന്തിനാ പറഞ്ഞ്? മിന്നണ്ട, ബനു ഇസ്രായേൽ മുഴുവനും അല്ല, തമിഴിൻ്റെ മിന്നു ചേർത്ത്. ഈ ഇസ്രായേലാര, ബനു ഇസ്രായേലാര ബഹും ഔലാദ് യാക്കൂബ, മുമ്പ് എത്രയോ പഠിച്ചല്ലേ.
യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾക്കാണ് ബനു ഇസ്രായേലല്ലേ. മിംബാദി മൂസ, ബഅദിന് ശേഷം മിംബാദി വഫാത്തി മൂസ എന്നാണ്. മൂസ അലൈഹി ഇസ്ലാമിന് വഫാത്തിന് ശേഷം എന്ന് എന്താണ്? ഇത് ഖാലു, അതിന് ബദലാ അവർ പറഞ്ഞ് ലിനബിയ്യില്ലഹും, അക്കാലത്തുള്ള അവരുടെ നബിയോട് പറഞ്ഞ് ഇബ്അസ് ലനാ മലിക്കൻ, നമ്മൾക്കൊരു രാജാവിനെ അയച്ചു തരണം എന്ന് നബിയോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ നബിയോട് ചോദിക്കേണ്ട അള്ളാഹുണ്ടല്ലോ, അള്ളാഹുണ്ട് നേരിട്ടല്ലേ ചോദിച്ചില്ലേ? ഒരു രാജാവിനെയാക്കാൻ വേണ്ടി അള്ളാഹുടെ തന്നെ പറയാം, നന്ദിയില്ലൂടെ. ചിലപ്പോൾ ഏൽപ്പിക്കപ്പെട്ട ആരോടാ ചോദിക്കുക, ടാങ്കയിലെ വെള്ളയില്ല, അള്ളാഹ് സൂക്ഷിച്ചിട്ട് എല്ലാം കണ്ടല്ലോ ഉണ്ട്. അവരോട് അറിയില്ലേ? മിഞ്ഞാന്നില്ലാത്ത നമുക്ക് ടാങ്കിന് വെള്ളമില്ല, അപ്പോൾ ആടെ ഓഫീസിലിരിക്കുന്ന ആളോട് പോയി പറയണം സൂക്ഷിടാൻ. എന്നാൽ പിന്നെ അള്ളാഹോട് പറഞ്ഞപ്പോൾ സൂക്ഷിടാൻ ഇറ്റൽ ബാക്കിയൊക്കെ അള്ളാഹ് സൂക്ഷിടാൻ അവിടെ വന്നത്. ബാലി നബിയൻ അതാ വഹുവൽ ഖലീഫത്തുർ റാബിഉ ബഅദ മൂസ, മൂസ അലൈഹിസ്സലാമിന് ശേഷം നാലാമത്തെ ഖലീഫയാണ് ഒരു മൂപ്പർ. അത് കമാ യദ്ഹറു മിൻ കലാമിൽ മുഫസ്സിർ റഹ്മഹുല്ലാഹ്. അതിലില്ല, മുഫസ്സിറിൻ്റെ കലാമിൽ നിന്ന് വരും നാലാമത്തെ ഖലീഫയായിരുന്നു. ഖലീഫൻ്റെ ഐ ഇബ്അസ് ലനാ എന്ന് പറഞ്ഞ ഇൻസബ് ലനാ സുൽത്താനൻ യതഖദ്ദമുന, ഞങ്ങളെ മുമ്പിൽ നിന്ന് നയിക്കുന്ന അതാണ് ആലാ നബി അഷ്ഷംബീൽ, അവർക്ക് അഷ്മീൽ ബഹുവൽ അഷ്ഹറു അൽ അദ്ഹർ. ഷംബീൽ എന്ന് പറയും, അഷ്മബീൽ എന്നും പറയും. അവരാണ് ആ നബിയുടെ പേര്. എന്നിട്ട് വയഹ്കുമു അലൈനാ ഫീ തദ്ബീരിൽ ഹർബി, യുദ്ധങ്ങളെ നയിക്കുന്ന വിഷയത്തിൽ നമുക്കൊരു ഹാക്കിമായിട്ട് നിൽക്കൂറ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു യുദ്ധ നേതാവ് വേണം എന്നായി. എന്തിനാണത്? നുഖാത്തിൽ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഫീ സബീൽ നമ്മൾ യുദ്ധം ചെയ്യാൻ എന്ന്. മഅഹു, അവരോടൊപ്പം. വഹുവ നുഖാത്തിൽ എന്നുള്ളതാണ് ജസ്മൻ ഫീലി. എന്താണ്? അലൽ ജവാബി, ആദ്യം അമ്ര വന്നില്ലേ ബിഅസ്, അതിൻ്റെ അമ്രിൻ്റെ ജവാബായിട്ടാണ് ജസ്മ്. ഫീ സബീലില്ലാഹി. അപ്പോൾ തലബൂ മിൻ നബിയ്യിഹിം മാ കാന യഫ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന തഅ്മീരി അലൽ ജുജൂസ്, ജയ്സിൻ്റെ മേലെ അമീർ നിശ്ചയിക്കലുണ്ടല്ലോ. ഇന്നാൾ പോട്ടെ ഉസാമത്ത് റളിയല്ലാഹു അൻഹു പോട്ടെ, ഇന്നാൾ ഖാലിദുൽ വലീദ് റളിയല്ലാഹു അൻഹു നയിക്കട്ടെ നേതാവിനെ. അതേ പണിയാണ് എന്താക്കി അക്കാലത്തുള്ള നബിയോട് ആവശ്യപ്പെട്ടത്. കാന യുജഹിസുഹ വമിൻ അംദിഹിം ബിത്വാഅതിഹി, എന്നിട്ടോ അവർ പറയുന്ന കാര്യങ്ങൾ വെളിപ്പെടണം എന്നും തങ്ങൾ കൽപ്പിക്കും. വംതിസാല അവാമിരിഹി. വറുവിയ അന്നഹു അമറന്നാസ ഇദാ സാഫറു അൻയജലു അഹദഹും അമീറൻ അലൈഹിം, ഹദീസിൽ വന്നിട്ടുണ്ട് ജനങ്ങളോട് കൽപ്പിച്ചാൽ സഫർ പോകാൻ ഒരാളെ നിങ്ങൾ അമീറാക്കണം എന്ന് പറയും. അപ്പോൾ ഏതൊരു സഫറിന് വേണം? ഒരു അമീർ വേണം. കാല, അപ്പോൾ ചോദിക്കുന്നത് ഹൽ നസൈതും മിൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലൂ, യുദ്ധം നിങ്ങളുടെ മേലിൽ ഫർദാക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്താതിരിക്കുമോ എന്ന്, പിന്മാറിക്കളയോ എന്ന ചോദ്യം. ഐ ഖാറബതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാലു മഅൽ മലിക്, അയച്ചു തരുന്ന രാജാവിനോടൊപ്പം യുദ്ധം ചെയ്യാനോട് കൽപ്പിക്കപ്പെട്ടാൽ ഞങ്ങൾ വരൂല എന്ന് കാലുമാറുമെന്നാ. അല്ലാ തുഖാതിലു മഅഹു വൽമാന ഹലിൽ അംറു, കാര്യം ഇങ്ങനെയാണോ? അതായത് ഈ പറച്ചലിൽ എന്തുണ്ട്, കാല് മാറോ എന്ന് മോപ്പറ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, വാക്ക് പഠിക്കൂല. അതാ ഹലിൽ അംറു കമാ അതവഖഉ അന്നകും ലാ തുഖാതിലൂന, നിങ്ങൾ യുദ്ധം ചെയ്യൂല എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലെ തന്നെയാണോ കാര്യമുള്ളത്? അതുകൊണ്ടാണ് അസ ഇട്ടിട്ട് ചെയ്യുന്നത്. അസ എന്നുള്ളത് ആ സംഗതി പുലരാൻ ഉണ്ടല്ലോ. അസല്ലാഹു അൻയജഅല ബൈനക്കും, അസന്റെ പറയുന്നത് അങ്ങനെയാണല്ലോ. അറാദ അൻ യഖൂല അതവഖഉ ജുബ്നകും അനിൽ ഖിതാൽ, ഖിതാലിനെ തൊട്ട് നിങ്ങളെന്താക്കും? പേടിച്ചിട്ട് പോകാതെ കണ്ട് ഒഴിച്ചെന്തും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഫഅദ്ഖല ഹൽ, ഹൽ എവിടെ? ഖാല ഹൽ അസൈതും, ഖാല ഹൽ അസൈതും. ആ ഹൽ എന്താണ്? മുസ്തഫീമൻ അമ്മ ഹുവ മുതവഖഉൻ ഇൻദഹു, മൂപ്പറടുക്കൽ പുലരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഹൽ.
ഖാലൂ, അപ്പോൾ അവരുടെ മറുപടി വമാ ലനാ അല്ലാ നുഖാതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ഫീ സബീലിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ നമുക്കെന്താണ് ചെയ്യലേ വേണ്ടത്? ആ ഈ മാ എന്നുള്ളത് എന്താണ്? മുബത്തദയാണ്, ഇസ്തിഫ്ഹാം ഇൻകാരിയാണ്. ഖബറുഹു ഖൗലുഹു ലനാ അല്ലാ നുഖാതില ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ ഫീ സബീൽ യുദ്ധം ചെയ്യാതിരിക്കൽ എന്താണ് നമുക്ക്? അയ്യു സബബിൻ വഗറദിൻ ലനാ ഫീ തർക്കിൽ ഖിതാൽ, യുദ്ധം ഒഴിവാക്കുന്ന വിഷയത്തിൽ നമുക്ക് എന്ത് സബബാണ് നമ്മളെ കയ്യിലുള്ളത്? മറിച്ച് വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വ അബ്നാഇനാ, നമ്മളെ വീടുകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നമ്മളെ പിടിച്ച് പുറത്തിറക്കിയിട്ടില്ലേ? അത് തക്കതായ കാരണം ഇവിടെ ഉണ്ടല്ലോ ചെയ്യാൻ വേണ്ടി. വൽഹാലു, അതാ വഖദ് ഉഖ്രിജ്നാ, ആ ബാബ് ഹാലിയാണ്. വൽഹാലു അന്നഹു ഖദ് അറദ ലനാ മാ യൂജിബുൽ ഖിതാൽ, ഖിതാലിനെ നിർബന്ധമാക്കുന്ന കാര്യം നമുക്ക് തന്നെ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. എന്താ? രണ്ട് ഇഖ്റാജ് മിനദ് ദിയാരി വൽ ഔതാൻ, നാടുകളിൽ നിന്ന് പുറത്തു ചാടിച്ചു. വൽ ഇഖ്തിറാബി അനിൽ അഹ്ലി വൽ ഔലാദ്, അഹ്ലിനെയും ഔലാദിനെയും വിട്ടിട്ട് ദൂരത്തായിപ്പോയി. വക്കാന സബബ് ദാലിക, എന്താണ് ഈ സംഭവം ഇവർ പറഞ്ഞതിൻ്റെ? അത് അന്നഹു ലമ്മാ മാത മൂസ അലൈഹിസ്സലാം വഫാത്തായി, ഖലഫ ബഅദഹു ഫീ ബനി ഇസ്രായീല യൂശ, ബനി ഇസ്രായേൽ യൂശ അലൈഹിസ്സലാമിന് ഖലീഫയായി. യുഖീമു ഫീഹിം തൗറാത്ത വ അംറല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഹക്കാമുകളെയും തൗറാത്തിനെയും ആര് നിലനിർത്തും? യൂശ. അപ്പോൾ ഒന്നാമത്തെ ഖലീഫയായി. ഹത്താ ഖബലഹുല്ലാഹു തആല, അള്ളാഹു തആല വഫാത്താക്കി. സുമ്മ അളുമത്തിൽ അഹദാസു ഫി ബനി ഇസ്രായേൽ, പല സംഭവങ്ങളും അരങ്ങേറാൻ തുടങ്ങി. വനസു അഹദല്ലാഹി, അള്ളാഹുവിൻ്റെ കരാർ അവർ മറന്നു. ഹത്ത അബദുൽ ഔസാൻ, പിന്നെ ഔസാൻ ആരാധിക്കാൻ തുടങ്ങി. കേട്ടോ? അപ്പം നമ്മുടെ കൂട്ടത്തിൽ കഞ്ഞിയും വാസ്തു എല്ലാം വന്ന മാതിരി എന്തായി? ബനൂ ഇസ്രായേലും ജോലിക്കൂടി. അസ്ൽ തൗഹീദാണല്ലോ. ഫബഅസല്ലാഹു ഫീഹിം ഇല്യാസ്, അപ്പോൾ അടുത്ത ഖലീഫയായി ഇല്യാസ് അലൈഹിസ്സലാമിനെ നബിയൻ, ഒരു നബിയായിട്ട് ഫദഅഹും ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. വകാനത്തിൽ അംബിയാഉ മിൻ ബനി ഇസ്രായീല ബഅദ മൂസ, മൂസ അലൈഹിസ്സലാമിന് ശേഷം ബനൂ ഇസ്രായേൽ അംബിയാക്കളെ യുബ്അസൂന ഇലൈഹിം ബിതജ്ദീദി മാ നസൂ മിന തൗറാത്ത്, തൗറാത്തിൽ നിന്ന് ഇവർ ഉപേക്ഷിച്ചതും മറന്നുപോയതും വിട്ടേച്ചു പോയതുമായ കാര്യങ്ങളൊക്കെ തജ്ദീദാക്കലാന്ന്. അപ്പോൾ മൂസ അലൈഹിസ്സലാം റസൂലായിട്ട് അവിടെ ഉണ്ട്. സുമ്മ ഖലഫ ബഅദഹു അൽയസ്ഉ, പിന്നെ അൽയസ് അലൈഹിസ്സലാം അവിടെ രംഗത്ത് വന്നു. ഖലീഫത്തിലായി. വക്കാന ഫീഹി മാഷാ അല്ലാഹ്, അങ്ങനെ അപരകാലത്തും പല സംഭവങ്ങളും ഉണ്ടായി. ഹത്താ ഖബലഹുല്ലാഹ്, അല്ലാഹു തആല അവരെ വഫാത്താക്കി. വഖലഫ ഫീഹിൽ ഖുലൂഫ്, പിന്നെ കുറേ ഖലീഫമാർ വന്ന്. വഅദുമത്തിൽ ഖതായ, ദോഷങ്ങളെല്ലാം കഠിനമാവാൻ തുടങ്ങി. വദഹറ ലഹും അദുവ്വൻ, അപ്പോൾ അദുവ് പ്രകടമായി, ശത്രുക്കൾ കയറി വന്നു. ആരാണ്? ഖൗമു ജാലൂത്ത്, ജാലൂത്തിൻ്റെ മോഡി സാഹിബിൻ്റെ ഖൗമ് വന്ന മാതിരി. കാനൂ യസ്കുനൂന സാഹില ബഹരിർ റൂമി, ബഹറുർ റൂമിൻ്റെ തീരത്താണ് അവർ താമസം. ബൈന മിസ്ര ഫലസ്തീൻ, കണ്ടാ? മിസ്രിൻ്റെയും ഫലസ്തീൻ്റെയും ഇടയിൽ. വഹുമുൽ അമാലിക്, അതിന് അമാലിക് എന്ന് പറയും ആ സംഘത്തിനാണ്. ഫദഹറു അലാ ബനി ഇസ്രായീല, ബനു ഇസ്രായേലിൻ്റെ മേൽ അവർ കടന്നു കയറി. വഗലബു അലാ കസീരിൻ മിൻ അർദിഹിം, ബനു ഇസ്രായേലിൻ്റെ പല അർദുകളും പിടിച്ചെടുത്തു. കണ്ടാ? വസബഉ കസീറൻ മിൻ ദുർരിയ്യാതിഹിം, അവരുടെ സന്താനങ്ങളിൽ നിന്ന് പലരെയും അവർ അറസ്റ്റ് ചെയ്തു. വളറബു അലൈഹിമുൽ ജസിയ, താമസിക്കണമെങ്കിൽ പിഴ കിടക്കണം, ജസിയ കൊടുക്കണം എന്ന് പാസാക്കി. വഅഖദു തൗറാത്തഹും, തൗറാത്തിനെ അവർ പിടിച്ചെടുത്തു. വലഖിയ ബനു ഇസ്രായീല മിൻഹും ബലാഅൻ ശദീദ, ബനു ഇസ്രായീലിന് ഒരുപാട് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. വകാന ഖിവാമു അംരി ബനി ഇസ്രായീൽ ബിൽ ഇസ്തിമായി അലൽ മുലൂക്ക്, അതുകൊണ്ട് ബനു ഇസ്രായീലിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു രാജാവിൻ്റെ മേൽ ഒരുമിച്ച് കൂടാണ്ട് പറ്റൂല. അങ്ങനെയാണ് ഒരു രാജാവിനെ കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടുന്നത്. വതാഅത്തിൽ മുലൂക്കിൽ അംബിയാ, ഈ അംബിയാക്കൾ എന്താക്കണം? വെട്പെടണം. ആര്? രാജാക്കന്മാർ. മേലെ അംബിയാക്കൾ, അവരെ കീഴിൽ രാജാക്കന്മാർ, അവരെ കീഴിൽ പ്രജകൾ. വഖഫകാനൽ മലിക്കു ഹുവല്ലദീ യസീറു ബിൽ ജുമൂഇ, അപ്പോൾ രാജാവ് എന്താക്കും? സംഘത്തിനെയും കൂട്ടി യാത്ര ചെയ്യും. വന്നബിയ്യു യുഖീമു അംറഹു വയുശീറു അലൈഹി, നബി എന്താക്കും? അവരുടെ കാര്യങ്ങളൊക്കെ നിലനിർത്തുകയും
അവർക്ക് ഇഷാറത്ത് കൊടുക്കുകയും യുർഷിദുഹു അവർക്ക് ഇർഷാദാക്കും. വയതീഹിൽ ഖബറു മിൻ ഇൻദി റബ്ബിഹി അസ്സ വജല്ല അള്ളാഹിൻ്റെ പക്കന്ന് ഖബർ വരും. തർത്തീബുണ്ടില്ലേ? ഇങ്ങനെയാണ്. ഏതായാലും ദ്വാരന്ന് രാജാവിനെ കിട്ടി. കിട്ടിയപ്പം പറയും നിങ്ങൾ പോയിക്കൊന്നു. അതെ. ഫലമ്മ കുതിബ അലൈഹിമുൽ ഖിതാലു ഖിതാൽ അവരമേൽ വാജിബാക്കപ്പെട്ടു രാജാവിനെ കൊടുത്തുന്നായി. അല്ല പിന്നെ വെറുതെ ആക്കൂലല്ല. അത് ബഅദ സുആലിൻ നബിയ്യി ദാലിക നബിയെ അള്ളാഹിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നബിയോട് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വബഅസൽ മലിക്കിനെ അയച്ചു കൊടുക്കുകയും ചെയ്ത്. അതിനുശേഷമല്ല കുതിബ തവല്ലൗ അയറളു വതഖല്ലഫു അനിൽ ജിഹാദ് ജിഹാദിനെ തൊട്ട് പിന്തിരിഞ്ഞ് കളഞ്ഞു. വലയ്യഉ അംറല്ലാഹ് അള്ളാഹുവിൻ്റെ അമ്രിനെ അവർ പാഴാക്കി കളഞ്ഞു. പക്ഷെ എല്ലാവരും ഉണ്ടാ ഇല്ല ഖലീലൻ മിൻഹും കുറച്ച് പേരൊഴിച്ച കുറച്ചാൾ നന്നായി പഠിച്ചു വന്നിട്ടുണ്ട്. വഹുമുല്ലദീന അബറുൻ നഹ്റ മഅ താലൂത്ത് അവരാണ് താലൂത്തിനോടൊപ്പം പുഴ കടന്നവർ. താലൂത്തല്ല രാജാവ്. താലൂത്തിനോടൊപ്പം പുഴ കടന്ന ന്യൂനപക്ഷം എത്ര? 70,000 നിന്നാണ് 313. അപ്പം 313 70,000 എന്താണ് അതിൻ്റെ പ്രാശം കൊണ്ട് ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞ പോലെ എന്താക്കണം? അതിനെ ഹരിക്കണം. 313 70,000 എന്ന പ്രാക്ഷം കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ കൂടെ സാധിക്കുങ്ങളായ എത്ര പേരുണ്ടെന്നറിയും. നമുക്ക് നേതൃത്വമില്ലാത്തതാണ്. അതുകൊണ്ട് അബ്ദുൽ വാരി ഉസ്താദ് നേതാവാകണം. നിങ്ങൾ ഇവിടെ ഒരു പട്ടണം വരുത്തിയാൽ ഇവിടെ പടപടയെ പൊട്ടും. അതിനാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് മക്കളെ പൊട്ടിയും വേണ്ട, പൊളിയും വേണ്ട, ബട്ടനും വേണ്ട, അമർത്തലും വേണ്ട. നിങ്ങൾ ലക്ഷം തവണ ലക്ഷം ഗുണിക്കണം. 313 70,000. അപ്പം നിങ്ങളെ കൂട്ടത്തിൽ എത്ര ലക്ഷം ഉണ്ടാവും? ബാക്കി അയച്ചു കിട്ടുന്നു എത്ര ശതമാനം ഉണ്ടെന്നതാണ്. 0.4 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? 0.4 4%. 5/10. അപ്പോൾ 96 പോക്കം അല്ല 96 അല്ല അതിനാക്കണം. അതായത് 0.10 അപ്പം ലക്ഷം പിന്നാലെ വരുമ്പോൾ ലക്ഷത്തിന് എന്താക്കണം? 313 കൊണ്ട് ഗുണിച്ചിട്ട് 70,000 കൊണ്ട് ഹരിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള ഖാലിസായ ആളെ കിട്ടും. പിന്നെ ഫുലാൻ ഇത്ര ലക്ഷം മുരീദന്മാരുണ്ട് എന്ന് പറയും. ആയിക്കോട്ടെ, ഖാലിസായ സാക്ഷാൽ മുരീദത്തിനുണ്ടാവും. ചിലപ്പോൾ 0 ആയിരിക്കും. അയച്ചുകൊടുക്കാൻ വരുന്ന മുരീദന്മാരുണ്ടാവും. ആ കാലത്ത് കേൾച്ചവിടുന്ന അള്ളാഹിൻ്റെ റസൂലിനെയും 313 റസൂലിനെയും മുഖർറബായ മലായിക്കത്തിൻ്റെയൊക്കെ ഉറൂസിക്കൊല്ലം ബഹുദാനോട് കാട്ടുന്നതാണ്. എന്നാൽ ഇന്ന് ഫുലാനെ പങ്കെടുക്കുന്നതാണെന്ന് പറഞ്ഞു. ഇതൊക്കെ മുരീദന്മാരാ. മുരീദുൽ ചോറാണിത്. റായത്തിൽ പറഞ്ഞു. റായത്തിൽ ഓതിയിട്ടില്ലേ? അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്താക്കും? കുറേ ആളൊരുമിച്ച് കൂടും. അത് കണ്ടിട്ട് ഇവരാൾ ഭയങ്കര ആളാണെന്ന് തീരുമാനിക്കണ്ടെന്ന്. മുരീദി പല തഖറബു യൗമൻ മിനദ് ദഹരി അങ്ങോട്ട് അടുത്ത് പോലെയെന്ന് പറഞ്ഞു. അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു അന്ന് പറക്ക് വാർത്തക്കാരാക്കാൻ പോലും ഇത് ഇവരാളെ പോയിട്ട് വെച്ചേക്കുന്ന ചേച്ചി. അപ്പോൾ സംഗതി വെളിവയില്ലേ? അത് അബോഹം സലാസും 313 ആളുകൾ. ബി അദദ് അഹ്ലി ബദർ അഹ്ലു ബദറിൻ്റെ എണ്ണം ഒരു കോല് പ്രകാരം. വമ്മാദതും 13 ഔ 14 ഔ 15 വ 300 ഔ 3 ആലാക്കുബാർ. പല കോലുണ്ടല്ല. ഇനി വല്ലാഹു അലീമുൻ ബിദ്ദാലിമീൻ ഇത് വഈദുൽ ലഹും ഇവർക്ക് ഒരു താക്കീതാണ് അലാ ദുൽമിഹിം. ഇത് ദാലിമീങ്ങളെ കൊണ്ട് അള്ളാഹ് അറിയുന്നത് മറ്റൊന്നും അറിയില്ല എന്നാ. അപ്പം ദാലിമീങ്ങൾ അള്ളാഹു തആല അറിഞ്ഞുകൊണ്ടാകും താക്കീതാണത്. എന്താ ദുൽമ്? ബിത്തവല്ലി അനിൽ ഖിതാലി വ തർക്കിൽ ജിഹാദ്. സന്ദർഭം ഒത്തു വന്ന് ജിഹാദ് ഒഴിവാക്കുകയും ചെയ്തു, ഖിതാലിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. അപ്പം ദുൽമ് വന്നു. ആ ദുൽമ് കാരണം ഞാൻ കാണുമെന്ന് പറയും. ഇനി وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا
വഖാല ലഹും നബിയ്യുഹും, ആ കാലത്തുള്ള നബി അവരോട് പറഞ്ഞു. അതാണ് നബിയ്യുൽ ലഹും എന്ന് പറഞ്ഞ ആ നബിയാണിത്, ആ കാലത്തുള്ള നബി. ഖാല ലി ബനീ ഇസ്രായീലിനോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത, താലൂത്തിനെ അല്ലാഹു തആല നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, മലിക്കൻ രാജാവായി കൊണ്ടിട്ടുണ്ട്. താലൂത്ത് എന്നുള്ള എന്താ പേര്? ഇസ്മുൻ അജമിയുൻ, അത് അറബി പേരല്ല, അജമിയാണ്. മുംതനിൻ മിനസ് സർഫി, അതുകൊണ്ട് എന്താകും, അതിന് ഏറാബിൻ്റെ കെട്ടുകളിൽ നിന്നുണ്ടാവില്ല, അതിങ്ങനെ ഉറച്ച സാധനമായിട്ട് അവിടെ കിടക്കലാണ്. ലി താരീഫിഹി വജുമത്തി, ഒന്ന് മാരിഫി ആയിട്ടുണ്ട്, അലമല്ലേ, ഈ രാജാവിൻ്റെ അലമാണല്ലോ. പിന്നെ അന്യഭാഷയായി. അപ്പൊ ഇബ്രാഹിമ എന്ന് പറഞ്ഞ പോലെ നബിൻ്റെ പേര് അത് മുമ്പ് പേര് കണ്ടില്ലേ, നബിയും അസ്മാവിയനും, അത് മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വഖാല ലഹും നബിയ്യുഹും അസ്മവീൽ പറഞ്ഞു. അത് രണ്ട് കൗലുണ്ട്. മാലൂത്തിനയച്ച് മലിക്കൻ, അതുകൊണ്ട് ഫഅതീഉഹു, അദ്ദേഹത്തിന്റെ വഴിപ്പെടണം. വഖാതിലു അദുവ്വക്കും മഅഹു, കൂടെ എന്താക്കണം, അദബിനോട് യുദ്ധം ചെയ്യുകയും വേണം. ഖാലു, അവർ പറഞ്ഞു, മുതഅജ്ജിബീന മിൻ ദാലിക വമുൻകിരീന വജ്ഹൽ ഹിക്മത്തി, ഈ താലൂത്തിനെ അയക്കാനല്ലേ. താലൂത്ത് തീരെ പണം ഇല്ലല്ല, അയാൾക്ക് ഭയങ്കര കൊമ്പയൊന്നുമില്ലല്ല, നമ്മളെ പള്ളി ഖത്തീബാകാനാ, ഇതിനൊന്നും മാത്രം ആളെ മെമ്പറെന്ന് പറയുന്നില്ലല്ല, ഇതെന്ന് കിട്ടീന് ഞാൻ വിചാരിച്ചു. അതന്നെ അതന്നെ. അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന, നമ്മളെ മേലിൽ ഓർക്ക് മുൽക്ക് കൊടുക്കാൻ. വനഹ്നു അഹഖു ബിൽ മുൽക്കി മിന്നാ, അദ്ദേഹത്തിനേക്കാൾ നമ്മളാണ് മുൽക്കൊണ്ട് അവകാശപ്പെട്ടവർ. അവസാനം തീരുമാനിച്ചു. അത് മിൻ ഐന യകൂനു ലഹു ദാലിക വയസ്തഹിലു, ഈ താലൂത്ത് എങ്ങനെ ഇതിന് അവകാശിയായി, എങ്ങനെ അവർക്ക് കിട്ടും? എത്തരത്തിൽ വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു ഔലാ ബിദ്ദിയാസത്തി അലൈഹി മിൻഹു, കണ്ടാ, റിയാസത്തിന് അവരെക്കാളും. എത്തരത്തിൽ വലം യൂത സാത്തൻ മിനൽ മാൽ, മൂപ്പർക്ക് ഇഷ്ടം പോലെ പൈസയില്ല, സമ്പത്തില്ല. ഐ ലം യുഅത സർവതൻ വകസറതൻ മിനൽ മാൽ, സമ്പത്തിന്റെ കസറത്തോ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയോ ആർക്കില്ല, താലൂത്തിനില്ല. അപ്പം ഫഅശ്റഫു ബിൽ മാലി ഇദാ ഫാതഹുൽ ഹസബു, അപ്പോൾ ഹസബ് നഷ്ടപ്പെട്ട പൈസ ഉണ്ടെങ്കിൽ സിർഫ് ഉണ്ടാകണ്ടേ. ഒരു പറയല്ലോ നബി, യാനി കൈഫ യതമല്ലകു അലൈന, ഇവരെങ്ങനെ നമുക്ക് മലിക്കാകും. വൽ ഹാലു അന്നഹു ലാ യസ്തഹിഖു തമല്ലുക ലിവുജൂദി മൻ ഹുവ അഹഖു മിൻഹു, അവരേക്കാൾ യോഗ്യന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെ ആ യോഗ്യത കിട്ടി? മുൽക്ക് നിൽക്കുന്നതിൻ്റെ മുകളിലാണ്, മാലിൻ്റെ മുകളിലല്ലേ, അതില്ല എന്തായാലും. അപ്പൊ രണ്ട് തൂണും ഇല്ല. ആ ഖാല, അല്ലാഹു തആല പറയുന്നില്ല, നബി പറയുന്നു, ഇന്നല്ലാഹ ഇസ്തഫാഹു അലൈക്കും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെക്കാൾ അല്ലാഹു തആല അവരെ മലിക്കായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുപ്പെല്ലാം പോയി. അല്ലാഹു തആല തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഫഇല്ലം യകുൻ ലഹു നസബുൻ വമാലുൻ, നസബുമില്ല മാലുമില്ല, അതൊന്നും ഇവിടെ പറയണ്ട. അല്ല, ഫലഹു ഫളീലത്തുൻ ഉഖറ, അവർക്കുള്ള ഫളീലത്ത് മറ്റൊന്നാണ്. എന്ത്? വഹുവ ഖൗലുഹു വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി, ഇൽമിലും ജിസ്മിലും എന്തുണ്ട്? ബസ്തത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇൽമാ പറഞ്ഞത്, അവർക്ക് ഇൽമുണ്ട്. രണ്ടാമത്തെ ജിസ്മ്, ആ ജിസ്മാരിക്ക് ഇവർക്ക് കാഴ്ച വെക്കാൻ പഠിച്ചു. അല്ലെങ്കിൽ ഇൽമുണ്ടാകുമ്പോൾ ജിസ്മില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഇവർ ആഗ്രഹിക്കുന്ന ചെറിയൊരു ആനുകൂല്യം വെച്ചു കൊടുത്ത് അതേതാമലർക്കാം. അത് അപ്പത്തെ പള്ളി, ഓ നമുക്ക് അങ്ങനത്തെ ഒന്നും കിട്ടിയില്ലല്ലോ, അച്ഛനെ ഇയാളെ പോയിട്ട് കുട്ടി നീ ചപ്പാടിച്ചല്ല, ഈ പാല് വെച്ച ഇതിനെക്കൊണ്ടൊന്നും നമ്മുടെ മുമ്പ് പറയുന്നില്ല. രണ്ടാൾക്കും കൂടി ഇരിക്കാൻ അവിടെ ഉള്ളിൽ വളരെ പോലെ എന്നിട്ട് ഇക്കാമത്ത് കൊടുക്കാൻ വേഗം ഇതാ കേട്ടോ. അപ്പം എന്തിൽമേ സായത്തൻ ഒരു രാജാവിനുണ്ടാവേണ്ടുന്ന ഇൽമ, അത് ഓരോ ഫീൽഡിലും അതിൻ്റെതായ ഇൽമിൽ ഇല്ലാണ്ടിക്കലാണല്ലോ ജഹല് മുമ്പ് പറഞ്ഞത്. ബഹുവ എന്താണ് ഇൽമിൻ്റെ താരീഫ് പറഞ്ഞാൽ ജഹല് എന്ന് പറഞ്ഞാൽ എന്താ? ബഹുവ എന്താണ്? ഇന്തിഫാഉൽ ഇൽമി ബിൽ മഖ്സൂദി,
അവരവർക്കുള്ളൊരു ഫീൽഡുണ്ട്. ആ ഫീൽഡിൽ ഒരു ഡോക്ടർക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ ജഹിലാണ്, അയാളെ ഫീൽഡ് അതാണ്. അതേസമയം ഖത്തീബക്കാർക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ അറിഞ്ഞുള്ളന്നില്ല, അയാളെ ഫീൽഡ് അല്ല അത്. അയാൾക്ക് ഫാത്തിഹ അറിയോ, ഖുതുബ അറിയോ, നിക്കാഹിക്കാൻ അറിയോന്നോ അറിയേണ്ടത്. അതായത് അന്തിഫാഉൽ ഇൽമി ബിൽ മഖ്സൂദി, ഓരോരുത്തരുടെയും ഫീൽഡിൽ മഖ്സൂദ് എന്താണോ ആ ഇല്ലാഞ്ഞാലാന്ന് അവിടെ ജഹല് പറയാം. ഇവിടെ ഇൽമെന്ന് തന്നെ എല്ലാ ഇൽമും പഠിച്ചു ഇമാം ഖസാലി തങ്ങളെ മാതിരിയായി എന്നല്ല ഇതിൻ്റെ അർത്ഥം. വൽ ജിസ്മ എന്ന് പറഞ്ഞാൽ ബിതൂലിൽ ഖാമ, നല്ല പൊക്കമുണ്ട്. വൈളമി തർക്കീബി, അപ്പം എന്താക്കും നേതൃത്വത്തിന് കിട്ടിയാൽ തന്നെ ശത്രുക്കൾ പിടിച്ചു പോകും. ലിഅന്നൽ ഇൻസാന യകൂനു അഅ്ളമ ഫിൻ നുഫൂസി ബിൽ ഇൽം, മനുഷ്യൻ്റെ മനസ്സുകളിൽ എന്തുണ്ടാകും, ഇൽമു കൊണ്ട് അയാൾ വലിയൊരാളായിട്ട്. അത് ഒരു ബസീറത്തുള്ള ഒരു കൂട്ടറാണ്. ഒരു കൂട്ടർ കാണുമ്പോൾ തന്നെ ഉണ്ട് അയാൾ പിടിച്ചു നിന്ന്, അത് ഒരു കൂട്ടറാണ്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ബോധ്യപ്പെടുന്ന രണ്ട് പുസ്തകത്തിലെ കൊടുത്തു. അതാ അഹിയബ് ഫിൽ ഖുലൂബിൽ ജിസ്മി വഖദ് ഖസ്സഹുല്ലാഹു തആല മിൻഹുമാ ബിഹദ്ദിൻ വാഫിർ. താലൂത്തിന് അല്ലാഹു തആല എന്താ കൊടുത്തത്? രണ്ടും കൊടുത്തു. വല്ലാഹു യുഅതി മുൽകഹു മൻ യശാ, അല്ലാഹു തആല മുൽക്കിനെ കൊടുക്കൽ അല്ലാഹു ഉദ്ദേശിച്ച കൂട്ടർക്കാണ്, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല. ലിഅന്നഹു മാലിക്കുൽ മുൽക്കി, കാരണം രാജാവിനെ രാജാവാക്കുന്നത് രാജാവാണത് അല്ലാഹു തആല. ഫഅലുൽ ലിമാ യുരീദാണ് അല്ലാഹു ഫലഹു അൻ യുഅതിയഹു മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ ഇബാദിൻ്റെ കൂട്ടത്തിൽ നിന്ന് അവർക്ക് അല്ലാഹു തആല കൊടുക്കാൻ അധികാരമുണ്ട്. വല്ലാഹു വാസിഉൻ അലീം, വാസിഉൻ യുവസ്സിഉ അലൽ ഫഖീരി വയുഗ്നി, ഒരു ഫഖീറിന് ധാരാളം വിശാലത ചെയ്തു കൊടുത്തിട്ട് അയാൾ എന്താക്കും, ഗനിയാക്കും. അലീമാണ് ബിമൻ യലീഖു ബിൽ മുൽക്കി, മുൽക്കിന് പറ്റിയത് ആര്, മിമ്മൻ ലാ യലീഖു ബിഹി, പറ്റാത്ത ആൾ ആര് എന്നുള്ളത് അല്ലാഹു തആല തീരുമാനിക്കും. ഇനിയും നബി പറയുന്നതാ, വഖാല ലഹും നബിയുഹും, അവരുടെ നബി പറഞ്ഞ്, തലബു എപ്പോഴാന്ന് ഇവർ രാജാവാകൂന്നുള്ളതിന് വല്ല തെളിവുണ്ടോന്നാ ചോദ്യം. ഇവരെ പ്രതീക്ഷയിലില്ല. വഖാല ലഹും നബിയുഹും തലബു അലാമതൻ മിൻ നബിയിഹിം, ആ കാലഘട്ടത്തിലുള്ള നബിയോട് ഒരു അലാമത്ത് ചോദിച്ച, അലാകോനി താലൂത്ത മലിക്കൻ അലൈഹിം, താലൂത്ത് രാജാവാകും എന്നതിൻ്റെ മേലിൽ. ഫഖാലു മാ ആയത്തു മുൽക്കിഹി, അദ്ദേഹത്തിൻ്റെ മുൽക്കിൻ്റെ ആയത്ത് എന്താണ്? ഫഖാല ഇന്ന ആയത്ത മുൽക്കിഹി അൻ യഅതിയകുമു താബൂത്ത്, താബൂത്ത് നിങ്ങളിലേക്ക് എത്തലാണ് തെളിവ്. എന്താ ഈ താബൂത്ത്? ഐ അലാമത്തു സൽത്തത്തിഹി, അദ്ദേഹം സുൽത്താനാണ് എന്നതിൻ്റെ തെളിവ്. അൻ യഅതിയകുമു താബൂത്തു, ഈ താബൂത്ത് എന്താ? മിനത് തൗബ് വഹുവ റുജൂഉ, മടങ്ങൽ എന്നാണല്ലോ. അപ്പോൾ സുമിയ താബൂത്തൻ, അത് താബൂത്ത് എന്ന് പേര് വന്നെന്താ ഈ മടങ്ങുന്നതിന്? ലിയന്നഹു ലർഫുൻ തൂളഅ ഫീഹിൽ അശിയാ, അഷിയാക്കളൊക്കെ എന്താക്കും, അതിൽ വെക്കും, അതൊരു പെട്ടി. വൽ മുറാദു ബിഹി സുന്ദൂഖു തൗറാത്ത്, ഇവിടെ താബൂത്ത് അത്താബൂത്ത് ഏതാണ്? തൗറാത്ത് വെക്കുന്ന പെട്ടി, തൗറാത്തിൻ്റെ ബോക്സ്. വകാന ഖദ് റഫഅഹു അല്ലാഹു തആല ബഅദ വഫാത്തി മൂസ അലൈഹിസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം അല്ലാഹു തആല അത് ഉയർത്തിക്കളഞ്ഞിരുന്നു. ദാ സഖ്തൻ അലാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിൻ്റെ മേൽ അല്ലാഹു തആല കോപിച്ച കാരണത്തിന് വേണ്ടി ലമാ അസൗ വഅതദൗ, അവർ കുറ്റക്കേട് കാട്ടി അവർ അതിക്രമങ്ങൾ പ്രവർത്തിച്ചപ്പോൾ തൗറാത്തിനെ അല്ലാഹു തആല ഉയർത്തിക്കളഞ്ഞു. ഫലമ്മാ തലബൽ ഖൗമു മിൻ നബിയിഹിം ആയതൻ തദുല്ലുഹു അലാ മുൽക്കി താലൂത്ത്, താലൂത്തിൻ്റെ ഭരണത്തിൻ്റെ മേലെ അറിയിക്കുന്ന ആയാത്തിനെ ചോദിച്ചപ്പോൾ ഖാല ലഹും, നബി അവരോട് പറഞ്ഞത്, ഇന്നായത്ത മുൽക്കി അൻ യഅതിയകുമു താബൂത്തു മിനസ്സമാ, അപ്പം വാനലോകത്തല്ല ഉയർത്തിയത്, അപ്പോൾ വാനലോകത്തിൽ നിന്ന് തിരിച്ചിറങ്ങും. വൽ മലായികത്തു യഹ്ഫളൂനഹു, മലായികത്ത് അതിനെ കാത്തു സൂക്ഷിക്കും. ഫഅതാഹും, അതാ വരുന്ന താബൂത്ത്. കമാ വസിഫ വസഫ, അല്ലെങ്കിൽ നബി പറഞ്ഞ പോലെ. വൽ ഖൗമു യൻദുറൂന ഇലൈഹി, ഖൗം അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹത്താ നസലത്ത് ഇൻദ താലൂത്ത്, അതല്ല രാജാവ് ഒരടുക്കലേക്ക് എത്തി. വഹാദാ ഖൗലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗലാണ് ഈ പറഞ്ഞത്. വേറെയും പല ഖൗലുകളുണ്ട്, പറഞ്ഞാക്കി ഒന്നിനെ മാത്രം മുഖ്താറാക്കി. ഫീഹി, ആ താബൂത്തിലുണ്ട്, ഫീ ഇത്തിയാനി താബൂത്ത്, താബൂത്ത് വരലിലുണ്ട് എന്നാണ്.
അല്ല താബൂത്തിന്റെ ഉള്ളിലുണ്ടെന്ന സക്കീനത്ത് ഉള്ളി ഉണ്ടാവില്ലല്ലോ. സക്കീനത്ത് മാനവീയ സംഗതിയല്ലേ. മിർ റബ്ബിക്കും ഐ സുകൂനുല്ലക്കും തുമനീനത്തും കായിനത്തും മിർ റബ്ബിക്കും, റബ്ബിന്റെ മക്കൾ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തുമനീനത്തും ഒരു സക്കീനത്തും അത് വരവിലുണ്ട്. നിങ്ങളുടെ പെട്ടി തുറന്നാൽ കാണൂന്നല്ല, അത് കാണൂലല്ലോ. കാരണം മഹസൂസായ സാധനം സൂക്ഷിക്കുന്ന പെട്ടിയിൽ സക്കീനത്ത് മഹസൂസല്ലല്ലോ. ഇനി അതാ മഹസൂസ് പറയുന്നതാ. വബഖിയത്തും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ. ബഖിയത്തും കായിനത്തും മിമ്മാ, മിൻ എന്നുള്ളത് തബീലാണ്. എന്തിനാ? ആലു മൂസ ഉപേക്ഷിച്ച എല്ലാ വസ്തുക്കളും ഉണ്ടെന്നല്ല, അതിൻ്റെ കുറച്ച് ബഖിയത്തിൽ നിന്ന്. അപ്പൊ ആസാറ്, മുൻകഴിഞ്ഞവരുടെ ആസാറ് ബാക്കിയുണ്ട്. അതാ ആലു ഹാറൂനും എന്താന്നത്? ഹുമാ റളാദുൽ അൽവാഹ്, തൗറാത്ത് പൊട്ടിയതിൻ്റെ കഷ്ണങ്ങൾ. 2 വാസ മൂസ, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ബഡി. വസിയാബുഹു, മൂപ്പറ വസ്ത്രം. വനഅലാഹു, 2 ചെരിപ്പ്. അപ്പം ചുരുക്കത്തിൽ എന്തായി? സലഫു സാലിഹികളുടെ ആസാറുകൾ ബാക്കിയുണ്ടെന്ന്. അപ്പം അതിന് വിലയുണ്ട് ഇപ്പം തിരിഞ്ഞ്. പക്ഷേ ഇങ്ങനെ തൗറാത്തിൽപ്പെട്ടൊരു ചെയ്യും എന്നിട്ടോ വൽഹമ അൻഫുസുഹുമ അല്ല ഔഹുമ അൻഫുസുഹുമ ആലുഹുമ. ഏതാണ്? മിമ്മ തറക്ക ആലു മൂസ എന്ന് പറഞ്ഞില്ലേ? മൂസ അലൈഹി ഇസ്ലാമിന്റെ ആളുപേക്ഷിച്ചു എന്നല്ലോ പറയുന്നത്. അപ്പൊ മൂസയും ഹാറൂനും ഉപേക്ഷിച്ചു എന്നല്ലല്ലോ വന്നത്. ആല് ഈ ആലാരാണ്? അംഫസും ഓറ് തന്നെ. ആ മുലാഫിന്റെ പ്രത്യേക മാനയില്ല. അതെ, ഒന്നിക്കിന് അല്ലെങ്കിൽ അവർ അത്തുബായിങ്ങൾ. അത് ആലിന് മുലാഫിന് എന്താക്കി? മാന സങ്കല്പിച്ചു. തഹമിലുഹുൽ മലായിക, മലായികത്ത് അതിനെ വഹിക്കുന്നതാണ്. ഇന്നാത മുൽക്കി ഇത്തിയാനുഹു ആല കൗനിഹി മഹമൂലൻ ലിൽ മലായികത്തി, മലായികത്തിനാൽ വഹിച്ചു കൊണ്ടുവരുന്ന സ്ഥിതിയിൽ. സുമ്മ ഇന്ന താബൂത ലം തഹമിലുൽ മലായികത്തു, മലായികത്ത് അത് ഇങ്ങനെ എടുത്ത് വഹിച്ചുകൊണ്ടാന്നിട്ടില്ല. പിന്നെന്താ ഉണ്ടായത്? ബൽ നസല മിനസ് സമാഇ ഇലൽ അർദി ബിനഫ്സിഹി, അതിങ്ങനെ ഇറങ്ങി വരുന്നതാ കാണുന്നു. ആ മലായികത്തെ നമ്മൾ കാണുന്നില്ല. പിന്നെ വൽ മലായിക്കത്തു കാനു യഹ്ഫളൂനഹു, അല്ലെങ്കിൽ മലായിക്കത്ത് അബദ്ധങ്ങൾ അത് എങ്ങനെ ഗതി മാറിപ്പോകാതിരിക്കാൻ വേണ്ടി സംരക്ഷിക്കുക ചെയ്യുന്നത്. ആ വത്താബിഹല സൗറൈനി, അല്ലെങ്കിൽ 2 സൗറിൻ്റെ മേലെ വെച്ചിട്ട് പിസൗക്കൽ മലായിക്കത്ത് എന്താക്കും? സൗറിനെ തെളിക്കും. വൈന്നമാ, അതിപ്പോൾ മലക്ക് വഹിച്ചു എന്ന് പറഞ്ഞെന്താ? വൈന്നമാ വലീഫൽ ഹംലിൽ മലായിക്കത്തി, മലായിക്കത്തിലേക്ക് ഹംലിനെ ഇലാഫത്ത് ചെയ്യുന്നതാ. ലിയന്നഹു മൻ ഹഫിള ശൈഅൻ ജാസ യൂസഫ ബിൻ ഹംല ദാലിക, ഒരാളൊന്നിൻ്റെ കാവൽക്കാരനായാൽ അദ്ദേഹത്തിന് ഉസ്ഫ് കിട്ടുമല്ലോ. തവഫാഹു റസൂലുന, ഹഖീഖത്തെ മരിപ്പിക്കുന്ന ആരാന്ന്? അല്ലാഹു തആല. ആയത്തിൽ പറഞ്ഞെന്താ? തവഫത്തുഹു റസൂലുന, നമ്മയച്ച ദൂതന്മാരോറെ മരിപ്പിക്കുമെന്ന്. കമാ യഖൂലു ഖാല ഹമൽതുൽ അംതിയത ഇലാ സൈദിൻ, സൈദിൻ്റെ അടുക്കലേക്ക് സാധനങ്ങളൊക്കെ ഞാൻ ചുമന്നെത്തിച്ചു എന്ന് പറയുന്നത്. ഹഫിദഹാഫി തരീഖ്, തരീഖിലെ സുരക്ഷിതമാക്കി കൊണ്ടു കൊടുത്തത്. ചിലപ്പോൾ ട്രാവലുകാരോ വണ്ടിക്കാരോ കൊണ്ടു കൊടുക്കുക. ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും, ഈ താബൂത്തിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതിലുണ്ട് നിങ്ങൾക്ക് ആയത്തുൻ അലീമത്തുണ്ട്. ആയതൻ എന്ന് പറഞ്ഞ താകന്താ അലീം. ദാലത്തുൻ അലാ മുൽക്കി താലൂത്ത, താലൂത്തിന്റെ ഭരണത്തിന്റെ മേലെ അറിയിക്കുന്ന ആയത്തുണ്ട്. വസദഖി ഖൗലി നബിയിക്കും, നബി നിങ്ങളോട് എന്താ പറഞ്ഞത്? അന്നല്ലാഹ തആല ജഅലഹു അലൈക്കും മലിക്കൻ, രാജാവാക്കി തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ ആരോട്? ഈ നാട്ടുകാരോടാ പറയുന്നു. മുസദ്ദിഖീന ബില്ലാഹി ഫസദ്ദിഖൂ ബിതംലീകിഹി ലക്കും, അള്ളാഹുവിനെ കൊണ്ട് വാസ്തവമാക്കുന്നവരാണെങ്കിൽ അവർ രാജാവാകും എന്നുള്ളത് വാസ്തവമായിരിക്കും. നമ്മളെ അത് നിശ്ചയിക്കപ്പെട്ട മുട്ടയ്യമായി അല്ലേ? ഇപ്പം ഒറ്റയ്ക്ക് തീരൂല.